ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the precious name of our Lord be blessed this morning. ഈ വിലപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ കുടുംബം, So the pastor and his family who is giving leadership to this ministry here, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വാത്സല്യ അമ്മച്ചിമാർക്കും, all the honorable brothers and sisters and children and all their mothers here, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. in the name of our Lord we greet you again. ഈ ദിവസങ്ങളിൽ അല്പസമയങ്ങൾ നമ്മൾ ദൈവത്തിൽ ഇരുന്നു എന്നല്ല, ചിലത് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം, അനുഭവിക്കണം. Not that we sat for some time in the presence of the Lord, we must receive, we must experience some things. അതിനകത്തിലുണ്ട്, അവർ തൃക്കാൽക്കലിരുന്നു തിരുവചനം പ്രാപിച്ചു എന്ന്. It is written that they sat at the Lord's feet and received the word. അപ്പോൾ ഇരുന്നാൽ ചിലത് നമുക്ക് പ്രാപിക്കാൻ പറ്റും. So if we sit, we can receive. ഏതെങ്കിലും ഒരു വിധത്തിലൊരു സ്പർശനം നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്ക് നിശ്ചയമായിട്ട് ഉറപ്പുണ്ട്. I'm very sure that somewhere you will be touched by the word. എത്ര പേർക്കത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റും? How many of us can joyfully receive it? കഴിഞ്ഞ പകലിലും രാത്രിയിലും നമ്മുടെ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So we've been meditating from a scripture portion yesterday morning as well as yesterday evening. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ദൂത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. So I kept on meditating over the same message after the meeting. ഒരു ദൂത് ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. I want to remind you a special word from the Lord about that and then move into the next ministry. നമ്മളെ വെല്ലുവിളിക്കുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, ഈ ദിവസം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ പിറകിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക. Amen. The angel of the Lord has already come and standing behind the issues that's really challenging us, that's really tormenting us. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. You bring all your issues into your mind. അതിന്റെ പിറകിൽ കർത്താവ് വന്ന് നിൽക്കുന്ന ഒന്ന് ആത്മാവിലൊന്ന് കണ്ടൊരു സ്തോത്രം പറഞ്ഞാൽ, Oh, can you see that in the spirit that the Lord is coming and standing behind your issues? വാസ്തവത്തിൽ ദാവീദ് ആ പടക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ദൂതൻ അവിടെ വന്ന് നിൽക്കുക. Even before David went into the battlefield, the angel was there. പക്ഷെ ദൂതൻ എന്താ കൈകാര്യം ചെയ്യാത്തതെന്ന് അറിയാമോ? You know why angel did not handle the matter then? ദൂത് പ്രകാശിച്ച് ആരെങ്കിലും ഉണ്ടെന്ന് പറ. ദൂതൻ എന്താ ഒന്നും തൊടാതെ അവിടെ പുറകെ നിൽക്കുന്നേ? Why the angel did not do anything till David did his move? എന്തെങ്കിലും ഒരു ആൻസർ പറ. ആ കല്ല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. So he is waiting for the rock, for this pebble to come. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിംഗും തോന്നില്ലല്ലോ. കല്ല് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. So the angel was waiting for the pebble to come. ഞാൻ ഇതുവരെ ഇത് പ്രസംഗിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ രാത്രിയിൽ എനിക്കിത് വെളിപ്പെട്ടത്. So I never preached before. It was a revelation last ഈ evening. കല്ല് പ്രാർത്ഥനയെ കാണിക്കുക. This pebble symbolizes our prayer. രാത്രിയിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കാം, ആ പ്രാർത്ഥനയുടെ കല്ല് അതിന്റെ നിലയിൽ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. The Lord is just waiting for that pebble, that is our prayer, to come in the right way. ഈ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആ കല്ല് കറക്റ്റ് പോയിന്റിൽ നമ്മൾ എറിഞ്ഞോണം. Oh, we have to throw that stone at the right point during this fasting prayer. സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചോണം. We must find time and pray. യോഗത്തിൽ വരുമ്പോൾ മാത്രമല്ല, വീട്ടിലിരുന്ന് സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചോണം. Even while we are at our home, we must find time to pray. കല്ലങ്ങ് എത്തിക്കഴിഞ്ഞാൽ ദൂതന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. The moment the pebble reaches there, the angel cannot remain quiet. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ച് സ്തോത്രം Those who ചെയ്യണം. believe, let's say praise the Lord. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചു. Let every eyes be closed. Everyone together praise the Lord. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. This morning our Lord is here in our midst. അവിടുത്തെ കാലച്ചയുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. We can hear his footsteps today. Hallelujah, 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 hallelujah.
നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും അങ്ങയുടെ സന്നിധി ഞങ്ങൾ വരുന്നു. Oh dear heavenly Father, again we come in your presence. ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. Thank you that you are going to speak to us. വചനത്തിന്റെ വാതിൽ തുറക്കുന്നതിനായി Lord, സ്തോത്രം. thank you for opening the doors of the wide ഒരു word. കൊള്ള പങ്കിടുന്നതിനായി സ്തോത്രം. Lord, we going to share the part. സഭയ്ക്ക്, കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകുന്നതിനായി സ്തോത്രം. Lord, it's going to be a blessing for the church and the families. പുത്രനെ മഹത്വപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name be അക്കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. Hallelujah. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. Acts chapter 4 verse 30 and 31. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കേണ്ടത്. We need to meditate on two issues today. ഒരു അപ്പോസ്തോലിക പ്രാർത്ഥനയാണ് ഇവിടെ കാണാൻ We സാധിക്കുന്നത്. can see an apostolic prayer here. ഒന്ന്, സ്ഥലം കുലുങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? What was the reason for the place to shake? രണ്ട്, പരിശുദ്ധാത്മ വന്നാൽ എന്തെല്ലാം സംഭവിക്കും? Next, when the Holy Spirit comes, what happens? നമുക്ക് ഒരു സെക്ഷൻ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. Oh, we cannot complete this in 1 or 2 sessions. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ മെസ്സേജ് തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. Hence, we are continuing on the same theme. Praise the Lord. Hallelujah. നമുക്കതിന്റെ ചില വശങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ ഇറങ്ങാൻ പോകും. We are going to go to certain aspects of it. Praise the Lord. ഇപ്പോൾ സ്ഥലം കുലുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? The first reason why the place shook. കഴിഞ്ഞ ദിവസം വന്നവർ പറഞ്ഞാട്ടെ, സ്ഥലം കുലുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? യൂണിറ്റി ആയിരുന്നു, ഐക്യതയായിരുന്നു. Unity was one of the very important reasons. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യം. 2 Chronicles 30 verse 12. രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. കണ്ടോ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? Have you paid attention to that word? The hand of അവർക്ക് God. ഐക്യമത്യമുണ്ടാകുവാൻ ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. The hand of God was upon them that they may be united. നല്ലൊരു One വാക്യം heart. നമ്മൾ വായിച്ചത്. Amen. പക്ഷെ നിങ്ങളുടെ മുഖത്ത് അതിന്റെ ഒരു പ്രതികരണം കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത്. It's a wonderful verse we read. അവർക്ക് Right? ഐക്യമത്യമുണ്ടാകുവാൻ So that they may be of one heart. ദൈവത്തിന്റെ കൈ അവിടെ ഇടയിൽ വ്യാപരിച്ചു. The hand of God worked among them. ഈ ഉപവാസ പ്രാർത്ഥനയിലെ ജോലിക്കൊരു ഉയർച്ച മാത്രമൊന്നുമല്ല. It is not just a promotion in our work that we're going to get this fasting prayer. പുതിയൊരു കാറ് കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. We're not just praying for a new car. ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. It's not just for a house we are praying. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് അകത്തൊരു വലിയ ഐക്യമത്യം. Oh, we are praying that there may be a great unity. അതൊക്കെ കൊതിക്കുന്നവരെന്ന് സ്തോത്രം പറഞ്ഞു. How many of us are desirous of that? അതിനൊരു അഭിഷേകം ഇവിടെ വേണം. There must be an anointing for that. ആത്മശക്തി ഇവിടെ വ്യാപരിക്കണം. The power of the Spirit must move here. എല്ലാവരും കൊതിക്കണം അത്. And all should desire for it. ഈ കൂട്ടായ്മ എന്ന പദത്തിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൊയിനോനിയ എന്ന പദമാണ്. The word koinonia is used for fellowship in the root language. നമ്മുടെ പാസ്റ്റർ നല്ല വൃത്തിയായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആളാ. Pastor takes very good Bible class. അതുകൊണ്ട് ഒത്തിരി മേഖലയിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല. I'm not going into too much of it. ഞാൻ ഇതിന്റെ ആത്മീയ വശങ്ങളൊക്കെ ഇങ്ങനെ പറയത്തേ ഉള്ളൂ. I'll just speak the spiritual aspects of it. കൊയിനോനിയ, Koinonia. അതിന് 3 പ്രത്യേകമായ അർത്ഥം നമുക്ക് കൊടുക്കാം. There are 3 important meanings for that. കൊയിനോനിയയ്ക്ക് 3 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. We can give 3 meanings for koinonia. ഒരു ചിന്ത, കർത്താവിന്റെ ദാസൻ തിരുവത്താഴ് ശുശ്രൂഷയിൽ അപ്പവീഞ്ഞുകളെടുത്ത് വാഴ്ത്തുമ്പോൾ പറയുന്നൊരു പദം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാട്ട്. Can you bring that statement into your mind when the Lord's servant gives the Lord's Supper in that ministry? പലരായ നാം ക്രിസ്തുവിൽ ഒന്ന്, we are one in Christ. Oh, so many of us, we are together one in Christ. പല ധാന്യം ഒന്നിച്ച് പൊടിക്കപ്പെട്ട് As several grains were broken together,
തീയിൽ കൂടെ കടന്നുപോയി മനോഹരമാകുന്ന ഒരു അപ്പം നമ്മുടെ കയ്യിൽ വന്നു. that went through a fire and it came out as a beautiful bread. അതിന് പല പ്രോസസ്സിങ് ആവശ്യമായിരുന്നു. It had to go through a processing. ഇപ്പം പല സ്തോത്രം ഗോതമ്പുകളല്ല കാണുവാൻ സാധിക്കുന്നത്, ഒറ്റ അപ്പമാണ്. Now we are not seeing the multiple grains, but we are seeing one single bread. എന്ന് പറഞ്ഞ പോലെ പല മാതാപിതാക്കളാൽ പല സാഹചര്യങ്ങളിൽ പല ദേശങ്ങളിൽ ആയിരുന്ന നമ്മെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ ഒന്നാക്കി തീർത്തു. Likewise, we were born in various families of different parents from different places. We were brought together. We were redeemed by the blood of Christ and we were made one. ഇവിടെ ഉയർച്ച താഴ്ചകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. There is no place for the elevations or depressions here, high or low. യാഗമൃഗത്തിന്റെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നാ. Once the animal of sacrifice is deskinned, everything looks alike. അപ്പൊ ഈ ഫാസ്റ്റിംഗിലൊക്കെ ഈ ചിന്തയകത്തോട്ട് കയറണം. Hence this kind of a thought should come inside us in our നിങ്ങൾ fasting കൂടുതൽ prayers. കാശ് മേടിക്കുന്നവരൊക്കെ ആയിരിക്കാം. You may be getting a lot of money. വലിയ വീടുകളിൽ You പാർക്കുന്നവരായിരിക്കും. may be living in big houses. വലിയ വിലയുള്ള കാറിലായിരിക്കും You വന്നത്. might be driving very expensive cars. പക്ഷേ ക്രൂശിനോട് അടുക്കുമ്പോ ഇതെല്ലാം ഒന്നുമില്ല But പ്രിയപ്പെട്ടവരെ. when we approach the cross, these are all nothing. നടന്നൊരാൾ വന്നാലും സൈക്കിളിൽ വന്നാലും ബെൻസുകാരെ വന്നാലും we are one in Christ. Whether a person comes walking or comes on a cycle or comes in a Benz car, we are one in Christ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ഐക്യതയുടെ ശക്തി ഇവിടെ വ്യാപരിക്കണം. If you need to know that, the very power of unity should work here. അപ്പൊ ഈ ഉപവാസപ്രാർത്ഥനയിൽ ഇതൊന്ന് വ്യാപരിക്കട്ടെ. Let this power move in this fasting prayer. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് Let us say together, കുട്ടികൾ praise മുതൽ the Lord. പ്രായമുള്ളവർ വരെ ഈ ഒരു ആത്മമണ്ഡലത്തിലോട്ട് കയറി വന്നാൽ Oh, let everyone come into that spiritual realm today. ദൈവത്തിന്റെ കൈ അവിടെ വ്യാപരിച്ചെന്ന്. Oh, the hand of the Lord worked there. അത് ഐക്യതയുടെ കൈയാണ്. This is a hand of unity. അത് ദൈവകൃപയുടെ കൈയാണ്. This is the grace of God. അത് അഭിഷേകത്തിന്റെ കൈയാണ്. This is a hand of anointing. അത് കൂട്ടായ്മയുടെ കൈയാണ്. This is a hand of fellowship. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ഈ കൈ ഒന്ന് വ്യാപരിക്കട്ടെ. Oh, let this hand work in our fellowship. ഓ സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാവരും അല്പ നിമിഷങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ കൈ, Oh, the ദൈവത്തിന്റെ hand കൈ. of God, the hand of God, the hand of God. ദൈവത്തിന്റെ കൈ. Oh, ribara barikandala bagashagadala barikasya. Ribaragatula gashagadaragamanihandala basya. Hallelujah, hallelujah. Oh, rabagashandara baganikaba. കൂട്ടായ്മ എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. Now we are meditating about fellowship. തിരുവത്താഴ് ശുശ്രൂഷയിൽ അപ്പവീഞ്ഞുകൾ എടുത്ത് പറയുന്ന ആ പദം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആഴത്തിലൊന്ന് പതിഞ്ഞാട്ടെ. Let that statement come into you, what is being proclaimed during the Lord's Supper. നാം ക്രിസ്തുവിൽ ഒന്നാണ്. We are one in Christ. എല്ലാവരും പറഞ്ഞാട്ടെ നാം. Let everyone say that we are one in Christ. വിരോധം ഇല്ലെങ്കിൽ ഇടത്തും വലത്തും ഇരിക്കുന്ന ആളിനോട് കൈ കൊടുത്തുകൊണ്ട് You പറയും may നാം shake ക്രിസ്തുവിൽ hands to the ഒന്നാണ്. one on the left and to the right and say we are one in Christ. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. We are one in Christ. Amen. Hallelujah. Praise the Lord. രണ്ടാമത്തെ ചിന്ത, The second thought, ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയുണ്ടാകുമ്പോൾ when a child of God goes through an adverse situation, ഇത് അവന്റെ വിഷയമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയല്ല. we do not set it aside that it is his problem. എൻ്റെ കൂട്ടുവിശ്വാസിയുടെ വിഷയം എൻ്റെ വിഷയമാണ്. Whatever my fellow believers' issue is, that's my problem. Praise the Lord. Hallelujah. പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പം When Peter was in the prison, ഈ ചിന്തയാണ് അവിടെ മേൽ വ്യാപരിച്ചത്. that is the thought that came into their mind. പത്രോസിന്റെ വിഷയം എൻ്റെ വിഷയമാണ്. What was Peter's problem was my problem. സഭ അടിയന്തരമായി മുഴങ്കാൽ മടക്കാൻ And the whole church came for an emergency kneeling down പ്രാർത്ഥന prayer. അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങി. And they started praying. പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങി. And they started praying. സ്വർഗത്തിന് മേളിൽ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. And heaven could not remain quiet there. ദൈവം ദൂതനോട് പറഞ്ഞ് ഇറങ്ങി വിഷയം പരിഹരിച്ച് കയറി The വരാൻ Lord പറഞ്ഞു. God commanded
the angel to go down and solve the problem. ദൂതൻ കാരാഗൃഹത്തിലോട്ട് ഇറങ്ങി. And the angel came inside the prison. ഈ പകൽ ദൂത് ഞാൻ പറയാം. And today I want to give you the message. ദൂതൻ ഇറങ്ങാൻ കാരാഗൃഹം വിഷയമല്ല. Oh, the prison is not an issue for the ദൂതൻ angel. ഇറങ്ങാൻ സിംഹത്തിന്റെ കൂടൊരു വിഷയമല്ല. The lion's den is not an issue for the അഗ്നി ഒരു angel. വിഷയമല്ല. The fire is not an issue. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഏത് പ്രോബ്ലം ആണെങ്കിലും ദൈവത്തിന് വിഷയമല്ല. Whatever problem you are going through, it is not a problem for God. തമ്പുരാൻ ഇന്ന് പകൽ ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഇറങ്ങിയിരിക്കും. If God decides, then He will come down. ഇവിടെ സ്വത്രം പറയുമ്പോൾ നിങ്ങളുടെ മേൽ ആ വിടുതൽ വ്യാപരിക്കുന്നു. When you say praise the Lord, the deliverance will come upon you. ചില ഓഫീസുകളിൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നു. That power is moving for you in certain offices. ചില വീടുകളിലേക്ക് ആ വിടുതൽ വേഗത്തിലെത്തുന്നു. That deliverance is coming to certain households. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏത് രാജ്യത്തായിരിക്കുന്നു അവിടേക്ക് ആ ദൈവശക്തി Your dear വ്യാപരിക്കുന്നു. ones, wherever, whichever country they are in, the power of God will reach them. നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. The presence of God is coming over to the issues that you are facing. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. The presence of God. എല്ലാവരും അനുഭവിക്കട്ടെ. എല്ലാവരും അനുഭവിക്കട്ടെ. Hallelujah. ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിലോട്ട് ഇറങ്ങിയപ്പോൾ When the angel came inside the prison, പത്രോസ് നല്ല സൂപ്പർ ഉറക്കമോ. Peter was sleeping very sound. സ്വതന്ത്രം. Hallelujah. കാരാഗൃഹത്തിൽ ഉറങ്ങാൻ പറ്റുമെന്ന് എന്റെ സംശയം. I wonder how he could sleep inside the prison. നാളത്തെ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാ. And next day is the feast of the unleavened bread. അത് കഴിഞ്ഞ ഉടൻ വിസ്താരമാണ്. And the very next day he will be brought to the judgment seat. വിസ്താരം കഴിഞ്ഞാൽ കഴുത്ത് വെട്ടി മാറ്റാൻ പോവാ. And immediately after the court gets together, his neck is going to be cut. His head is going to be cut. നമ്മുടെയൊക്കെ ജീവിതത്തിലായിരുന്നു ആദ്യം പോകുന്ന ഉറക്കമാ പോകുന്നത്. So if the first thing that we would have lost is sleep. പിന്നെ എത്ര വലിയ പിൽസ് കഴിച്ചാലും നമുക്ക് ഉറക്കം തിരിച്ചു കിട്ടത്തില്ല. Whatever pills we eat, we will not get back that sleep. കേട്ടോ, അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിഷയമാണ്. Because it was a very critical issue. പത്രോസ് ഉറങ്ങുക. But Peter was asleep. എനിക്കൊന്ന് ഈ ദൈവമക്കൾക്ക് വരദാനമായിട്ട് ദൈവം നൽകി തന്ന ഒരു അനുഗ്രഹമായി ഉറക്കം. I think God has given this as a very special gift, that is good sleep. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞു ഉറങ്ങി ഇപ്പൊ സഭായോഗത്തിന് ഉറക്കം. Somebody said that sleeping, and even the church people are sleeping. ബാബുചെറിയൻ പാസ്റ്റർ ഒരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞു ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവരെ തോണ്ടി വിളിക്കരുത്. Pastor Babu Cherian once preached and said, if somebody is sleeping, don't call them. കാരണം അവർക്ക് വീട്ടിൽ പോലും ഉറങ്ങാൻ പറ്റത്തില്ല. Because they are unable to sleep in their home. That's where I sleep here. ഇവിടെ ദൈവദാസന്മാരും ദൈവ സാന്നിധ്യവും ദൈവമക്കളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു നല്ല ഉറങ്ങാൻ ഒരു മൂടാ. Because when among God's people, with God's servants speaking, it's a nice environment for them to sleep. പിന്നെ ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറങ്ങി അങ്ങ് മൂന്നാം സ്വർഗത്തോളം എത്തിയാലും ഉണർന്നു വരുമ്പോൾ രണ്ട് ഗ്ലോറി പറയുമെന്നുള്ളതാണ്. But some people, even if they have gone on to the third heavens while asleep, when they are woken up, they will say two glories. ഞാനിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അസ്ഥാനത്ത് കയറി ഗ്ലോറി പറയുന്നത് ശ്രദ്ധിച്ചോണം മൂന്നാം സ്വർഗത്തിൽ നിന്ന് വരികയാണ്. So when somebody say glory when it was not appropriate, then you need to know that they were coming down from the third heavens. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസ് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഈ സാഹചര്യത്തിൽ അങ്ങേക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? Hey Peter, in this critical moment, how can you sleep so well? പത്രോസ് നമ്മളോട് ദൂതാ പറയുന്നേ. Peter will give us an answer. എനിക്കൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. I have one promise upon me. അത് യേശു എന്നോട് പറഞ്ഞതും. It is given to me by Jesus. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി. Oh, when you were young, you could go where you wanted to go. നീ വയസ്സനാകും. You will become old. മറ്റുള്ളവർ നിന്റെ അര കെട്ടും. Then they will tie your belt. നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ And കൊണ്ടുപോകും. they will lead you where you don't want to go. അന്ന് മുതലേ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വർത്തമാനമുണ്ട്. And from then itself among the disciples, this was the word. പത്രോസ് ഇപ്പോഴെങ്കിലും ജാഗത്തില്ല. Peter will not die now. കണ്ടോ, പ്രതിസന്ധി വന്നപ്പോ ആ വാഗ്ദത്തത്തെ കെറിഞ്ഞു പിടിച്ചു. When he was going through that adversity, he caught hold of that promise. ഇന്ന് രാവിലെ സമയം സ്തോത്രം പറഞ്ഞോണം. You say praise the Lord. എത്ര നടക്കാത്ത വിഷയമാണെങ്കിലും, Whatever it is impossible. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണെങ്കിലും, Howsoever
complex and complicated. അവിടെ നിന്നുകൊണ്ട് വാഗ്ദത്തം കയറി പിടിക്കുക. You hold on to your promise. കർത്താവ് എന്നോട് പറഞ്ഞതാ. The Lord has told me. എന്നോട് വ്യക്തമായിട്ട് The ഇടപെട്ടതാ. Lord has very clearly spoken to me. ഞാൻ ആ വിഷയത്തിൽ ഉറപ്പ് പ്രാപിച്ചതാ. I have an assurance on that. പിശാചേ, നീ എത്ര പോരാടിയാലും You devil, howsoever you fight, നിന്റെ പദ്ധതി നടക്കത്തില്ല. your schemes will not succeed. കൃപ പ്രാപിച്ച ദൈവമൊക്കെ ചേർന്ന് വരാം. ശത്രുവിന്റെ പദ്ധതി നടക്കത്തില്ല. ദൂതൻ ഇറങ്ങി അവന്റെ വിലാപ്പുറത്ത് തട്ടി. The angel came and touched at his back. വേഗം എഴുന്നേക്കാൻ പറഞ്ഞു. Hey, get up fast, he said. ആരെ കെട്ടി ചെരുപ്പിട്ട് മുറുക്കി വടി പിടിച്ചവൻ വെളിയിലോട്ട് ഇറങ്ങുക. He fastened his tie, he put on his slipper, and he took on his staff and came out. ഒന്നാം വാതിൽ തുറന്നു. And the first door opened. രണ്ടാം വാതിൽ The തുറന്നു. second door opened. പട്ടണത്തോട് സമീപിക്കുന്ന ഇരുമ്പ് വാതിൽ താനേ തുറന്നു. And the iron door close to the city opened on its own. ഈ പകൽ ദൈവാത്മാവ് ശരീരത്തെ തൊട്ടാ ദൂത് പറയുന്നേ. Oh, the Holy Spirit is touching some people and ശത്രു speaking. ഉറപ്പാക്കിയ ചില വാതിലുകൾ, Whatever that door that devil നിന്നെ had പൂട്ടി closed എന്ന് it പറഞ്ഞ ചില fast. വാതിലുകൾ, നിന്നെ പൂട്ടി എന്ന് പറഞ്ഞ ചില വാതിലുകൾ, Whatever door that looked like shut for you forever. അടച്ചുറപ്പാക്കി എന്ന് പറഞ്ഞ ചില വാതിലുകൾ, Those sub doors that were fast or closed ഈ for you. ആരാധനയിൽ ആത്മാവ് താനേ തുറക്കുകയാണ്. In this worship, the Spirit is opening those doors and it is ആത്മാവിൽ. opening on its own for you. ആത്മാവിൽ കണ്ട് സ്വത്രം പറഞ്ഞാട്ടെ. You see this in the Spirit and say, praise the ആ, Lord. വിടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. This is a time of deliverance. Oh, Rabagalianda Rabagasha Dalarianda Rabagasya Riba Ragatula Gasha Gandaraheta Labari Anda Labariasya Rika Liganda Rahasha Regulianda Labariasya Oh, Rikanda Rabagasha Daliria Ruabalia Ribirika Dulabagasya Oh, Rabagashanda Labarigasya Hallelujah. In the name of Jesus. Thank you, Jesus. Hallelujah. ഒരു സ്വപ്നം കാണുന്നവനെ പോലെ As if he was in a dream. അവിടൊക്കെ അങ്ങ് ദൂത് പറയാൻ തോന്നുക. That's what I want to give you the ഈ word. ദിവസങ്ങളിൽ ചില കൂടാരങ്ങളിൽ നടക്കുന്ന ദൈവപ്രവൃത്തി. Oh, some God's work is going to happen in certain homes. ഒരു സ്വപ്നം കാണുന്നവനെ പോലെ, As if like a dream. ഒരു സ്വപ്നം കാണുന്നവളെ പോലെ. Or as if like a dream. ദൈവമേ, ഇതെങ്ങനെയാ നടന്നേപ്പാ? Lord, how did this happen? നിറകണ്ണുകളോടെ പറയത്തക്ക നിലയിൽ, You may be able to say with confidence. ഓർത്തോർത്ത് സ്വത്രം പറയത്തക്ക നിലയിൽ To be reminded to praise and praise and praise. ദൈവപ്രവൃത്തി അത്രയ്ക്കും വലുതായിരിക്കുമെന്ന് Going to see a magnificent work ചിലരെ of നോക്കി God. ദൈവമ്മ പ്രവചിച്ച ദൂത് പറയുന്നേ. This is the Holy Spirit prophesying. ഓ, ശക്തിയോട് സ്വത്രം പറഞ്ഞോണം. ചില ദൈവപ്രവൃത്തി വലുതാ. You kind of see a mighty work of അത് God. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി No eye കേട്ടിട്ടില്ലാത്ത, has seen, no ear has heard. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ No man's തോന്നിച്ചിട്ടില്ലാത്ത heart has yet received it. രക്തബന്ധം കാണുകേ, ചാർച്ചക്കാർ കാണുകേ, Before your relations see, before your people, of your friends, നിന്ദിച്ചവർ കാണുകേ, even before those who insulted and mocked you, നന്മയ്ക്കായിട്ട് അതൊരു അടയാളമായിരിക്കും. He will do it as a sign, as a good of goodness. ആത്മാവ് ശക്തമായി ദൂത് പറയുന്നു. Oh, the Holy Spirit is giving this word. ഓ, ചേർന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. ശബരദലമന ഹദുരമനഗ സംധിയാരബശിയാദിയ. ഹല്ലേലൂയ. Oh, ribarahantara barika bagashagatulaga bagasya. Ribaragatala barika shatala barika shatala barika. Hallelujah! 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 Oh, rabada rika rabalaga shatala barika. Oh, ribarahatala bagashatala bagadika. Hallelujah. ഇന്ന് രാവിലെ സമയം ദൈവം പറയുന്ന ചില ഇരുമ്പ് വാതിലുകൾ ചില കുടുംബത്തിന് വേണ്ടി The തുറക്കാം. Holy Spirit says that certain iron doors are going to be opened for some families. ദൈവം അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയും. This is what the Holy Spirit stresses and speaks. അത് കട്ടിയുള്ള വിഷയമാണ്. It's a very difficult issue.
ഇച്ചിരി പ്രയാസമുള്ള വിഷയമാണ്. It may be very difficult, പക്ഷെ താനെ തുറക്കുകയാണ്. but it's going to open on its own. താനെ ആ വിഷയം തുറക്കുകയാണ്. It is going to open on its own. നിങ്ങളോട് ആ ദൂത് തൊടുന്നതെങ്കിൽ ആത്മാവിൽ നിങ്ങളൊന്ന് ബലപ്പെട്ട് സ്തോത്രം You ചെയ്യും. need to be strengthened in the spirit and praise the Lord if this message comes to you. എല്ലാ ദൂതും എല്ലാരെയും തൊടണമെന്നൊന്നുമില്ല. Not every message may touch everyone. പക്ഷെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ആത്മപ്രകാശനം ഉണ്ടെങ്കിൽ നിങ്ങളുള്ള If ദൈവത്തിന്റെ you are സന്ദേശമാണ്. receiving a spiritual enlightenment inside you when you receive this word, ആത്മാവ് അവരോട് ആ ദൂത് പറയുന്നത് ചില ഇരുമ്പ് വാതിലുകൾ the തുറന്നുകൊണ്ടിരിക്കുന്നു. Holy Spirit is speaking to such people. Certain iron doors are going to open. ദൈവത്തിലെ നിനക്കത് സാധ്യമല്ല തുറക്കാൻ. Oh, it may not be possible for you to open നീ it. എത്ര പരിശ്രമിച്ചാലും അത് തുറക്കത്തില്ല. You might, even if you try your best, it cannot be പക്ഷെ opened. ദൂതൻ ഇറങ്ങിയത് ഈസി ആയിട്ട് But when നിനക്ക് the തരിക. angel comes, it will open on its own very easily. ഈ പ്രാർത്ഥനയിൽ ചില കുടുംബങ്ങളിൽ ആ വിടുതൽ നടക്കുമെന്ന് ആത്മാവ് In some ഉറപ്പിച്ചു ദൂത് families, പറയുന്നു. the Holy Spirit reminds that in this prayer itself, that deliverance will happen. തലയിൽ കൈവെക്കാൻ ആരും നിൽക്കണ്ട. വാഗ്ദത്തം ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. Receive the promise and praise the Lord. No need to remain silent. Udabaga shandara bari kanaga duraba. Ribaragatulaga baga shagatala bari kasya. Ribar andala baga dari kabanaga shagatala bari kasiri kadala bari kanaga. Ribaragatulaga baga shagatulaga sigatala bari kasya. Ribarikadulaga bari kanaga siaradala bara. Hallelujah. പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. Peter came out of the prison. നേരെ പോയത് പ്രാർത്ഥനാ കൂട്ടത്തിലോട്ടാ പോയി. He straight went to the place they were praying. ഞാനിങ്ങനെ പറയാറുണ്ട്, ചിലരെ വിടുതൽ കിട്ടുന്നത് വരെ കോട്ടേജ് മീറ്റിങ്ങിന് വരും, ഉപവാസപ്രാർത്ഥനയ്ക്കും വരും, ബൈബിൾ സ്റ്റഡിക്കും വരും. വിടുതൽ കിട്ടിയ പിന്നെ ആ പഞ്ചായത്തിൽ പോലും ആളിനെ കിട്ടും. I often say that there are people who come for all kind of meetings, so when before they get the deliverance, after they receive the deliverance, they don't even come to that panchayat. നിങ്ങളുടെ കാര്യമല്ല പറയുന്ന ഒരു സ്തോത്രം. I'm not talking about you. പത്രോസ് നല്ലൊരു മാതൃകയാണ്. Peter was a great example. വിടുതൽ കിട്ടി കഴിഞ്ഞിട്ട് നേരെ ഓടി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക്. Immediately being delivered, he went into the prayer meeting. വന്ന് വാതിക്കൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. And he came and knocked at the door. സ്തോത്രം, സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം. Hallelujah. ഇങ്ങനെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. He was knocking at the door. ഒരു ബാല്യക്കാരത്തി, രോധ എന്ന് പറയുന്ന ബാല്യക്കാരത്തി പെട്ടെന്ന് ഓടി വന്നപ്പോൾ ദാണ്ട് സാക്ഷാൽ പത്രോസ് A maid servant Rhoda, when she came and opened the door, she saw it was literally Peter standing there. അവൾ വാതിൽ തുറക്കാതെ നേരെ ആന്റിമാരുടെ അടുക്കലേക്ക് വിഷയം കൈമാറാൻ പോയി. She did not open the door. She rather ran to the aunties to tell the matter. അപ്പോഴും ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? Or even then they were praying for Peter. ഈ പത്രോസ് എവിടെ വന്നിരിക്കുന്നത്? And it's the same Peter who's outside. എല്ലാരും ഒന്ന് ചേർന്ന് വന്നാട്ടെ. Let's say together. ചില മനസ്സിലൊക്കെ വേറെ എന്തോ ചിന്തകളൊക്കെ ഇങ്ങനെ കയറി വരുന്നു. അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് If you have any other thoughts that is intruding into your mind, delete them right now. അപ്പം അകത്ത് അവർ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? What for they are praying? ഈ പത്രോസ് അല്ലേ മുമ്പിൽ വന്നിരിക്കുന്നത്? And it is the same Peter who is outside. ഈ പെങ്കച്ച് പോയി പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞു? What did they say when this girl went and reported that? നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. You crazy. You crazy. എന്താ അങ്ങനെ പറയാൻ കാര്യം? Why they said like that? ഞാൻ ഇരുന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി. സ്തോത്രം. Hallelujah. അവരെ തെറ്റു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. And no point blaming them. അവിടെ പ്രാർത്ഥനയുടെ വിടുതല മുമ്പിൽ വന്നിരിക്കുന്നത്. Oh, that deliverance, the subject of deliverance is right outside the door. ഇവർക്കറിയാം പത്രോസ് വിടുവിക്കപ്പെടുമെന്നറിയാം. They know that Peter will be delivered. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. Pay attention. പത്രോസ് വിടുവിക്കപ്പെടുമെന്ന് ഇവർക്കറിയാം. They knew that Peter will be delivered. പക്ഷേ ഇത്ര പെട്ടെന്ന് വിടുതൽ നടക്കുമെന്ന് But they didn't expect such a quick deliverance. Hallelujah. എനിക്ക് നിങ്ങളുടെ ആ സ്വന്തം കേട്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ലെന്തോ. So I think you too don't have that expectation. പത്രോസ് വിടുവിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട്. Peter will be delivered. They had an assurance. പക്ഷേ ഇത്ര പെട്ടെന്ന് വിടുതൽ നടക്കുമെന്ന് They didn't expect it to happen so quickly. ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു. The Holy Spirit gives His word. ചില വിഷയങ്ങൾക്ക്, Over certain issues. ചില വിഷയങ്ങൾക്ക് Over certain issues. പ്രതീക്ഷയ്ക്കപ്പുറത്തായിട്ട്, Beyond your expectations. ചിന്തകൾക്കപ്പുറത്തായിട്ട് Beyond your thoughts. ഒരു എക്സ്ട്രാ ഓർഡിനറി വിടുതൽ സംഭവിക്കാൻ There will be an പോകുന്നു. extraordinary deliverance. വിശ്വസിക്കുന്നവര് അന്ന് Those സ്തുതിച്ചാരാധിച്ചു. who believe, let's praise the Lord. Rahali amdaragabaga shatarabadi kabagasya. Riga durakabaga shatalabari kanagatele kasi katarabari kamdarabari kasya. അപ്പം പത്രോസിന്റെ വിഷയം എന്റെ വിഷയം.
Amen. Peter's problem is my problem. ഞാൻ ഈ കൊയിനോനിയ എന്നുള്ളൊരു പദം ഒന്ന് വിശദീകരിച്ചു വേണ്ടി ഇടയ്ക്ക് ദൂതൂടെ അങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. I was just trying to explain koinonia and giving you the word. മൂന്നാമത്തെ വിഷയം, ഒരു കൂട്ടു സഹോദരന്, ഒരു ദൈവവൈതലിന് ഒരു ഉയർച്ച കിട്ടിയാൽ, If one of our believers, one of our brothers, he receives a promotion, അതിനകത്ത് സന്തോഷിക്കാൻ നമുക്കൊരു കൃപ വേണം. we need to have a grace to be കൊച്ചു സ്തോത്രം ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല പവർ സ്തോത്രം പറയണം. So we need to have the grace to celebrate that. ചില കഷ്ടതയിലൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കും. We may be able to pray when they are in problem. ഒരു നന്മ കിട്ടിയ അതിനകത്തൊരു സന്തോഷമുണ്ടോ? But do we have the same joy when they receive a blessing? നമ്മുടെ വീടിനെക്കാട്ടി വലിയൊരു വീട് അങ്ങോട്ട് പണിത് കഴിഞ്ഞാൽ, And they make a house which is much bigger than our house. നമ്മുടെ കാറിനെക്കാട്ടി ഇച്ചിരൂടെ പവറുള്ള വിലയുള്ള ഒരു കാറുമായിട്ട് വന്നാൽ, If they come with a little bit more expensive car than ours, അപ്പൊ അവിടെ വിചാരിച്ച എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞ് ഒരു കവറിൽ ലഡു മേടിച്ചോണ്ടാ വന്നേ. and they thought that it is so good, everybody is so happy, he brought even laddu for that. പ്രാർത്ഥനയെ കഴിഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ചാവിയൊക്കെ അങ്ങോട്ട് കൈമാറി ലഡു വിതരണം ചെയ്യുമ്പോൾ പുള്ളി പറയാം, ഞാനിന്ന് ഫാസ്റ്റിംഗ് ആണ്. So as soon as after the prayer, when people received the laddu, they said, we are fasting. എത്ര ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഞായറാഴ്ച ഉച്ചയോടെ അങ്ങ് തീരത്തില്ലേ? So any kind of fasting will be over by Sunday afternoon. അത്രയ്ക്ക് അങ്ങ് ആത്മവ്യാപാരമാണോ വീണ്ടും തുടങ്ങുന്നത്? So he was so much in the spirit that he could not take that വ്യാപാരമല്ല, laddu. അതിന്റെ വീണ്ടിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാ. It was not the power of the spirit, there is another spirit that was working behind. കൃപ ഒരു 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 എന്താ പറയുന്നേ, ഹൃദയ വിശാലതയില്ല. They don't have a broad mind. അപ്പൊ ഇവിടെ നമ്മൾ ഈ ദൈവത്തിന്റെ കൈ വ്യാപരിച്ചെന്നാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We are speaking about how God's hand worked. അവിടെ ഇതെല്ലാ മേഖലകളും തൊടണം. All the areas should be touched. എനിക്ക് വേണമെങ്കിൽ ഓരോ സെക്ഷനിൽ ഓരോ മെസ്സേജ് എടുത്തങ്ങ് തൊട്ട് പോയാൽ മതി. അതല്ല, നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ശ്രദ്ധിച്ച് പഠിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. We have to carefully study every area of the subject that we are dealing with. Praise the Lord. Hallelujah. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട്. I heard a story when I was in school. രണ്ട് യാചകരൊരു പാലത്തിന്റെ കീഴിൽ ഇരുന്ന് ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ട്, There were two beggars and they were under a bridge and they were begging. അവരിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. And they've been begging for many years. അത്യാവശ്യമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടന്ന് പട്ടിണി ഇല്ലാതെ അവരിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. No, they have been getting all the necessary needs and they were not hungry at any time. കഥയാണെ ആരും സ്തോത്രമൊന്നും പറയണ്ട. It was just a story. സ്തോത്രം. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? You know what happened there? ഒരിക്കലൊരു ഭാഗ്യദേവത അവിടെ വെളിപ്പെട്ടു. There was a goddess of blessing came over there. ഒരുത്തനോട് പറയാ, നീ എന്തോ ചോദിച്ചാലും നിനക്കിപ്പം ഞാൻ തരാൻ പോകും. So she told the one of the fellows that whatever you ask for, I will give you. വില കൂടിയ കാറ് ചോദിച്ചോ തരാം. I'll give you whatever you expensive thing you ask. എത്ര വലിയ വീട് വേണമെങ്കിലും ചോദിച്ചോ തരാം. Whatever house you ask, I'll give you. എത്ര പൈസ ചോദിച്ചാലും തരാം. Whatever money you ask, I'll give you. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. But there is one condition. നിനക്കത് തരും, പക്ഷേ അടുത്തിരിക്കുന്നത് ഞാൻ ഇരട്ടി കൊടുക്കും. Whatever I give you, I'll give your neighbor the double of it. നിനക്കൊരു വീട് കിട്ടി അവൻ എത്ര കിട്ടും? So if you get one house, he will get two houses. അവന് ഒരു കാർ കിട്ടി അവൻ എത്ര കിട്ടും? If you get one car, they will get two cars. ഇതിന് 10 കോടി കിട്ടിയ മറ്റവൻ എത്ര കിട്ടും? If you get 10 crores, the other fellow will get double of it. ഈ മനുഷ്യന്റെ പ്രഷർ പെട്ടെന്ന് അങ്ങ് ഷൂട്ടപ്പായി. So his pressure shot up. ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന കണ്ട് ഇവനിപ്പോ എന്നെക്കാട്ടി വലിയ പുള്ളിയാവാൻ പോവാ. We were both ear beggars for so long. Now he is going to be much above me. പുള്ളി വലിയ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. He was a very intelligent man. പുള്ളി ആലോചിച്ചിട്ട് ഭാഗ്യദേവതയോട് പറഞ്ഞു, And he told the goddess of luck. എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കൊന്ന് You all know what he said. You all know. കഥയില്ല, അത് അത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു കണ്ണങ്ങ് പൊട്ടിപ്പോട്ട്. Let me lose eyesight on one eye. അടുത്തവൻ്റെ 2 eyes. ഇതാ മനുഷ്യൻ. That is what is man. ഇതിനെ കവിയുന്നതാണ് ദൈവകൃപ. What overcomes this is the grace of ഇതാ നമ്മൾ God. പറഞ്ഞു വന്നത്, ഇതിനെ കവിയുന്നതാണ് ദൈവത്തിന്റെ കൃപ. What overcomes this is the grace of എൻ്റെ God. കൂട്ടു സഹോദരൻ നല്ലൊരു വീട് പണിയുമ്പോൾ When my dear brother is building a very nice house, മനസ്സിനകത്ത് ഒരു കുളിർമയും ഒരു സന്തോഷം ഉണ്ടാകും. you need to have a joy within your heart. ഒത്തിരി കഷ്ടത്തിൽ കൂടെ അവൻ കടന്നു വന്നതാണ്. They have gone through a lot of trouble. ഒത്തിരി പോരാട്ടത്തെ ഫേസ് They ചെയ്തവനാണ്. have faced a lot of problems. ദൈവം അവന് ആ നന്മ കൊടുത്തത് കൊണ്ട് മനസ്സ് നിറഞ്ഞ് ഞാൻ Praise the Lord that God has given him that blessing. Hallelujah.
ഈ യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോശുവ 9-ന്റെ 1-ാമത്തെ വാക്യം. Joshua chapter 9 verse 1, when we read, എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുമുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. as soon as all the kings who were beyond Jordan, in the hill country, in the lowland, all along the coast of Great Sea towards Lebanon, Hittite, Amorites, Canaanites, Perizzites, Hivites, Jebusites, heard of this, they gathered together as one to fight against Joshua and Israel. ഈ വാക്യം വായിച്ചു കേട്ട് നിങ്ങൾ പേടിച്ചാണോ സ്വത്രം പറയാഞ്ഞേ? You didn't say praise the Lord, were you afraid? അതോ ധ്യാനിച്ചങ്ങ് ഇരുന്നതാണോ? Or you all just meditating on it? ബിജു ബ്രദറെ, മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ച് എത്ര ജാതികളാ ഒന്നിച്ചു കൂടിയ നമുക്കൊന്ന് നോക്കാം. How many? എന്നാൽ ഹിത്യർ, 1 ഹിത്യര്, Hittites, അമോര്യർ, 2 അമോര്യര്, Amorites, കനാന്യർ, 3 കനാന്യര്, Canaanites, പെരിസ്യർ, 4 പെരിസ്യര്, ഹിവ്യർ, 5 Hivites, ഹിവ്യര്, യെബൂസ്യർ. 6 Jebusites. യെബൂസ്യര്. എത്ര പേരാ ഒന്നിച്ചു കൂടി? 6 nations got together. 6 ഞാനിങ്ങനെ tribes. ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഒരു 6 പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു കൂടാങ്കി കേരളമൊക്കെ കുലുങ്ങിയനെ. Oh, if 6 of our organizations get together, the Kerala could be shaken. അർച്ചപ്പൂട്ടിലുള്ളവർ പോലും ഒന്നിച്ചു കൂടത്തില്ല. Even Church of God people don't get together. പക്ഷേ ദൈവമക്കളോട് മത്സരിക്കാൻ ഇവന്മാരുടെ ഗ്രൂപ്പിന് ഭയങ്കര ഐക്യത. But they had a unity to fight against God's children. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു, ഭിന്നതയില്ലാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സാത്താന്റെ ഗ്രൂപ്പാണ്. Only Satan's group have no divisions. അവരെല്ലാം ഐക്യതയോടായിരിക്കുന്നത്. They are all very united. കേട്ടോ, 6 ശക്തികൾ ഒന്നിച്ചിരിക്കുക ഇസ്രായേലിനെ തച്ചുടച്ചു. 6 forces gathered together to destroy Israel. Praise the Lord. Hallelujah. ഐക്യത നമ്മുടെ അകത്തേക്കൊന്ന് കയറാമെങ്കിലും. But can that unity come inside us? അവൻ നോക്കിയാൽ ഇസ്രായേലിനെ തൊടാൻ പറ്റത്തില്ല. He cannot touch Israel. പക്ഷെ നമ്മൾ നോക്കാമെങ്കിൽ അവന്റെ ചില ദുഷ്ടസിംഹാസനങ്ങൾ ഇന്ന് But if we get united, we'll be able to break certain evil thrones. ആമേൻ. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ പറ്റും? Hallelujah. ഒരു ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ ആ ദൂതിന്റെ ഒക്കെ ഗൗരവം Amen. കണ്ടുവേണം Amen. Amen. Hallelujah. ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കാൻ. ദൂതിന്റെ Hallelujah. ഗൗരവം Praise the കണ്ടുവേണം. Amen. എങ്ങനെയും ഒരു സ്തോത്രം പറഞ്ഞു പോവുകയല്ല, Not ഞാൻ just പറയുന്ന say some ദൂതിന്റെ praise the Lord. ഗൗരവം മനസ്സിലാക്കണം. We need to understand the seriousness of it. എനിക്കെതിരെ കൂട്ടം കൂടുന്ന ഒരു ശക്തികളുണ്ട്. There are forces that gather together against ഒരു me. സഭ ശക്തിപ്പെട്ടു വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പോർ വിളിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. There are forces that is trying to destroy my blessings. ആത്മമണ്ഡലത്തിൽ കയറി അതിനോട് ഫൈറ്റ് ചെയ്യാൻ പവറുള്ള ദൈവമക്കൾ ഇന്ന് പകൽ സഭയ്ക്കകത്ത് എഴുന്നേൽക്കാൻ ദൈവം ദൂത് പറയുന്നു. God's people who have the power to enter into those spiritual realms and fight, you must arise inside the church. പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറായാൽ, If God's people are willing to pray, യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. the Lord Jesus said that I will build my church and the gates of Hades will not prevail against it. Rabagalaha rukabaga shangadura manikadura bagashadara. Ibarabarahandala barikamanaga shagatula banikasiarada. Ibarabarahandala barikashadala banikanaga derikabaragasi. Hallelujah. Hallelujah. Dikabaga shandara balakadura kaba. 1 Samuel 22 അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കണം. chapter 22 verse 1 and 2. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവര്, കടമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. ശൗലിനെ പേടിച്ച് ദാവീദ് ഇങ്ങനെ യഹൂദ മരുഭൂമിയിലേക്കൊക്കെ ഓടി ഏറ്റവും ഒടുവിൽ അദുല്ലാം ഗുഹയിൽ വന്നു. Now David was fleeing from Saul and went into the wilderness of Judah, and there he came to the cave of Adullam.
മൂന്ന് കൂട്ടം ആളുകൾ ദാവീദിനോട് കൂടെ ചേർന്നു. And there were three kind of people who joined with David. ആരൊക്കെയാ അവര്? Who were there? കടമുള്ളവരെ, Who had debt, ഞെരുക്കമുള്ളവരെ, who were in distress, സത്യമില്ലയോ? who were ഈ bitter കർത്താവിനെ in their soul. കണ്ടുമുട്ടിയവരെല്ലാം ഒന്ന് മനസ്സിലാക്കി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോണ്ടല്ലേ നമ്മൾ വന്നത്. It is because of some problem we came to the Lord. ഇല്ലെങ്കിൽ കത്തോലിക്ക സഭ വിടുമായിരുന്നു. Otherwise we would not have left the Catholic Church. Otherwise there should be such a big move of the Lord. അവിടെ ഇവിടെയൊക്കെ ചെറിയ തട്ടുമുട്ടൊക്കെ കിട്ടിയോണ്ടല്ലേ നമ്മളിവിടെ വന്നത്. It is because we got some meetings here and there. That's why we are gathered here. നിങ്ങൾ സമ്മതിക്കുന്നുമില്ല, ഒരു സ്തോത്രം പറയുന്നു. You don't agree with this, you don't എന്തൊക്കെയോ praise them. വഴികൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴാണ് കർത്താവിനെ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായി നമ്മളിവിടെ വന്നു. ആമേൻ. അതൊരു മുഖാന്തരമായി തീർന്നു, രക്ഷിക്കപ്പെട്ടു, ശാനപ്പെട്ടു, സഭയുടെ അംഗങ്ങളായി. It was some kind of problem that brought us to the Lord, and that became a reason for us to come close to the Lord, and we got saved, we took baptism, we became part of the church of God. ഞാൻ മറ്റൊരു ദൂത് പറയാനേ ഇതിനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. I'm just giving an introduction to another message. ദാവീദിനോട് ആരൊക്കെ ഉണ്ടായിരുന്നു? Who were there with David? ഞെരുക്കമുള്ളവരുണ്ടായിരുന്നു, Those who were in distress, കാടമുള്ളവരുണ്ടായിരുന്നു, those who were in debt, those who were bitter in their soul, എല്ലാം ഉണ്ടെങ്കിലും ഒരു മനസ്സിനൊരു സുഖമില്ല, സന്തുഷ്ടിയില്ല. very dissatisfied with themselves. ഇത് അതുല്ലാം ഗുഹയിലെ ഒരു വെളിപ്പാടാണ്. And this is a revelation in the cave of Adullam. ഇന്ന് ഈ അവസ്ഥയാണോ? Every day it's not this situation, right? Is it? എന്നും കടമാണോ? Every day is it debt? എന്നും ഞെരുക്കമാണോ? Every day is it distress? എന്ന് സുഖമില്ലാത്തൊരവസ്ഥയാണോ? Every day is it sickness? നിങ്ങൾ പ്രതികരിക്കാത്തോണ്ട് എനിക്കൊരു സംശയം. You folks are not responding. അവസ്ഥക്ക് മാറ്റം വന്നില്ലേ? Here the situation changed, isn't it? അതിനൊക്കെ ഒരു സ്തോത്രം പറയണമെന്ന്. Can you say praise the Lord for that? എന്നാ ഇനി നമ്മൾ സിഗ്ലാഗിലേക്ക് പോവുക. ഇനി ഞാൻ പറയുന്ന എല്ലാം ദൂതുകളാ പറയാൻ. Now we are going to Ziklag. 1 ദിനവൃത്താന്ത പുസ്തകം 12 അധ്യായം 1 Chronicles chapter 12. 1-2 വാക്യങ്ങൾ വായിച്ചേട്ടെ. Verse 1 and 2. എല്ലാവരും ബൈബിളൊക്കെ തുറന്നേ. These are the men who came to David at Ziklag while he could not move about freely because the Saul, son of Kish, ദിനവൃത്താന്തം 12-ന്റെ 1-2 വാക്യം. and they were among the mighty men. Yes. അപ്പൊ ഇപ്പൊ അവരെവിടെ വന്നു? They came to Ziklag. നേരത്തെ എവിടെ ആയിരുന്നു? Where were they earlier? അതുല്ലാം ഗുഹയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? Who were there in the cave of Adullam? ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് അകത്തങ്ങോട്ട് ഫീഡ് ചെയ്യുന്നു. What kind of people were there in with him? ഭയങ്കര നിർബന്ധമാണ്, കുറച്ചേ പറഞ്ഞുള്ളെങ്കിലും അത് അകത്ത് കയറണമെന്ന്. It must go inside whatever I ഞാൻ ഈ speak. കൂടെ ചോദിക്കുന്നു. That's why I'm asking you again and again. കടമുള്ളവരെ, Distress, debt, എല്ലാം കൂടെ 400 പേര് dissatisfied people around 400. ലീഡറായിട്ടാണ് ദാവീദ് നിൽക്കുന്നത്. And David was the leader of them. അപ്പൊ ഇനി അടുത്ത അവസ്ഥ പറയാ. Now the second situation here. സിഗ്ലാഗിൽ വന്നപ്പോൾ When they came to Ziklag, ദാവീദിന്റെ കൂടെ ഒരു വലിയ കൂട്ടമുണ്ട്. അതാ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. there was a big group who were with them. വായിച്ചേ. അപ്പൊ അവര് ദാവീദിനോട് ചേർന്ന് തുണ ചെയ്യുന്നവർ. And they were people who were helping David in his battles. ഇന്ന് പകൽ ഞാനൊരു ദൂതോട് ഇടയ്ക്ക് പറയാം. I want to give you one word. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യണം. What you can do, you must do. മാനസികമായിട്ടൊരു സപ്പോർട്ടാ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യണം. If it is a mental support that you can afford, then you do it. ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധിച്ച് അന്തരീക്ഷം ഒന്ന് ബലപ്പെടുത്തി എടുക്കാനാ നിയോഗമെങ്കിൽ അത് ചെയ്യണം. If when you come to the worship, if you can worship together and strengthen the environment there, you must do that. സഭയുടെ ഭൗതിക വിഷയം വരുമ്പം നമ്മുടെ ഒരു കൈത്താങ്ങൽ അതിനകത്ത് കൊടുക്കണം. When the financial issues of the church comes, we must extend our hand for it. എവിടെയൊക്കെ തുണ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ദൈവമക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. Wherever you can support, God's people should be present there. ഒന്ന് സ്തോത്രം പറയുന്നേ. Say hallelujah. തുണ ചെയ്ത് അവരാരൊക്കെയാണ് നമ്മൾ ഇനി They supported, they helped David. അപ്പം നേരത്തെ ആരൊക്കെയായിരുന്നു ദാവീദിന്റെ കൂടെ? Who were earlier with David? Those who were distressed, those who were debt. ശബ്ദം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഞെരുക്കമുണ്ട്. Those who were in distress, those who were in debt. ഒരു സന്തുഷ്ടി. They were bitter in their soul, dissatisfied.
നമ്മള് 1 ദിനവൃത്താന്തം 12 വരിക ഇനി. But now we have come to 1 Chronicles chapter 12. 1 ശമൂവേൽ 22 ഇരുന്ന പോലെ ഇരിക്കാൻ We പറ്റില്ല. cannot sit as we were in 1 Samuel chapter 22. അടുത്ത ലെവലാ ദൈവാത്മാവ് The കൈമാറാൻ Holy പോകുന്നത്. Spirit has brought us to another level now. അപ്പൊ ഇവിടെ ആരാ? അവർ വില്ലാളികൾ. They were bowmen. വലം കൈ കൊണ്ടും They could with their right hand ഇടം കൈ കൊണ്ടും as well as the left hand. കല്ലെറിവാനും. They could throw stones. എന്ന് വെച്ചാൽ ചിലർക്ക് ഈ വലത്തെ കൈയാ വാക്ക്, ചിലർക്ക് ഇടത്തെ കൈയാ. Some people are right-handed, some people are left-handed. പക്ഷേ ദാവീദിന്റെ പട്ടാളത്തിലെ അംഗങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൈ കൊണ്ടും But David's army men, they could use both hands. വാശമുള്ളവരാ. They were able to use both hands. 2 കൈ കൊണ്ടും വശമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Is there anyone here who can use both hands powerfully, ഒരു equally? ശത്രു ഇങ്ങോട്ട് വരിക, എനിക്ക് വലം കൈ കൊണ്ട് അടിക്കാനേ വശമുള്ളൂ. Oh, and an enemy comes, I can only use my right hand. ഞാൻ ഇടം കൊണ്ട് കൈ കൊണ്ട് അടിച്ചില്ല, കൊതുവിനെ അടിക്കുന്ന പോലെ അവന് ഫീൽ ചെയ്തു. So if I beat with my left hand, I can only do it like striking a mosquito. പക്ഷേ ദാവീദിന്റെ പട്ടാളത്തിലെ ആളിനെ ശ്രദ്ധിച്ചോ? But people in David's army, വാലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും. whether right or left, they could use them arms very well. അതിനകത്തൊരു ദൂതുണ്ട്, അത് പറയാനേ വരുന്നത്. I want to give you a word from there. എല്ലാരും ഉണ്ടോ ഇവിടെ? Are you all here? ഒന്ന് സന്തോഷത്തോടെ. So happily. ശത്രു ഏത് സൈഡിൽ കൂടെ വന്നാലും, Whichever side the devil, evil enemy comes, ഏത് തലത്തിൽ കടന്നു വന്നാലും, in whichever manner he comes, കൈകാര്യം ചെയ്യാൻ പ്രാപ്തര് ദാവീദിന്റെ കൂട്ടത്തിലുണ്ട്. David had people who could handle it well. അങ്ങനത്തെ ചിലര് സഭയ്ക്കകത്ത് വേണമെന്ന്. Such people should be inside the church. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. Jesus said that he has given us authority to tread over the serpents and the scorpions and every power of the evil one. Oh, Rabaga Shadalaba. Hallelujah. Dabarika Dalabarika Baga Shadalabarika Manas. Ibara balabadi kamana gashadara bani kabara. Ibara balabadi kamana dura kabaga shadala bani kabara. Hallelujah. Ibara bashandala bani kamana. Hallelujah. അതിനകത്തൊരു ദൂതൂടെ ഞാൻ ചേർത്ത് പറയാം. I want to add a message there. ഈ പാമ്പ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന മുമ്പിൽ കൂടാ. The snake always comes from the front to attack. തേളോ? But the scorpion, it പുറകിക്കോട്ടല്ലേ? stings from its tail. അതിനകത്ത് കർത്താവ് പറഞ്ഞ ദൂത്, And what did the Lord say in that? മുൻപിൽ കൂടെയും പുറകിൽ കൂടെയും ദൈവമക്കൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ചില അറ്റാക്കുകൾ. There will be attacks against God's people from the front as well as the back. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറഞ്ഞാൽ, I want to clarify it further. പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്കെതിരെ ശത്രു അവൻ ഒരുക്കുന്ന ചില തന്ത്രങ്ങളെ, Overtly and covertly, the devil prepares certain schemes against God's people. ആത്മമണ്ഡലമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ പോളിഷ് കളയുക. Oh, those who are in the spiritual realms, they are able to demolish it. Hallelujah. കേറി വന്ന ആത്മാവിൽ ആരാധിച്ചാട്ടെ. In the spirit, let us worship the Lord. Lord, we demolish the strongholds. Oh, Rabagadi Kamana Shagadula Siaradula Habar. We worship you, Lord. Hallelujah. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Oh, dear child of God, you നിന്റെ pray. കുടുംബത്തിൽ ആയിരിക്കാം, കുടുംബ ജീവിതത്തിലായിരിക്കാം, It may be in your family, it may be in your family life, ജോലിയിലോ ജോലി it സ്ഥലങ്ങളിലായിരിക്കാം. may be in your workplace or your work. ശത്രു ചിലതിനെ കയ്യിലെടുത്തുകൊണ്ട് Oh, the devil might have taken some people in പ്രത്യക്ഷമായും your his പരോക്ഷമായും hand, പ്രത്യക്ഷമായും പരോക്ഷമായും overtly or covertly. ഈ ദിവസങ്ങളിൽ ആമേൻ 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 അണിനിരത്തുന്ന ചില വിഷയങ്ങളെ, If they are laying up certain issues against you, ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് because of the depth of the power that is going to be revealed നീ അതിനെ here, ചവിട്ടാൻ you're പോകുകയാണെന്ന് going to tread over it. വിശ്വസിക്കുന്ന ദൈവമൈതേ, Believe. Wariya duraga shandala badika manasya. Hallelujah.
Hallelujah. യേശുവിന്റെ നാമത്തിൽ Hallelujah. Hallelujah. എല്ലാ ദൂതും പറയാൻ നമുക്ക് സമയമില്ല. We don't have enough time to share every word. ഇതൊരു 10-21 ദിവസമായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നേനെ. If it was 21 days, I would have continued to speak. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദൂതയെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. I'm able to only speak about the key. 91 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ബാലസിംഹത്തെയും The psalmist പെരുമ്പാമ്പിനെയും says that the young lion and the python, they will be able to overcome. മെതിച്ച് കളയുമെന്ന്. They will be able to crush them. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യാത്ത എന്താ? Hallelujah. എന്താ ചെയ്യാന്ന് പറഞ്ഞേ? Amen. ഈ പണ്ടേ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നെൽകൃഷി ധാരാളം ഉണ്ടായിരുന്നു. In the past, we used to have paddy cultivation in our land. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നെൽകൃഷികൾ ഉണ്ടായിരുന്നു? Did you ever see paddy being cultivated in your homes? ഉണ്ടായിരുന്നു. Yeah. അപ്പോൾ ഈ കൊയ്യുന്നാളുകള് കൊയ്ത്ത് ദിവസം ഈ കറ്റയൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. 2-3 ദിവസം കഴിയുമ്പോൾ അവർ മെതിക്കാനായിട്ട് വരും. And they will gather all the harvest, the hay, the stacks they will put up, and then they will come to thresh it. ഞാനൊരു ദൂത് പറയാനായി വരുന്നേ. I'm coming to speak a word from the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. അവർ മെതിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you ever paid attention how they used to thresh the hay? ഒരു കറ്റ ഇങ്ങോട്ട് എടുത്തിട്ട് They will take one stack വലത്തെ കാലയും കൊണ്ട് ഇങ്ങോട്ട് മടക്കി വെച്ച് and they will fold it with their right legs, അടുത്ത് വീണ്ടും മടക്കി വെച്ച് and then again they will fold it. അതിന്റെ മുകളിലോട്ട് കേറി ചവിട്ടുക. They will stand over it and press hard അവസാനത്തെ നെൽമണി പൊഴിയുന്നത് വരെ അതിന്റെ മണ്ട കേറി ചവിട്ടുക. till the last grain falls. They keep crushing it, എന്നിട്ട് അവസാനം ഒരു കൊട ഒക്കെ കൊടഞ്ഞെടുത്ത് ദൂരെ ഒരു എറിഞ്ഞു. and finally they will just shake it and throw it away. ഇവിടെ ഈ മെതിക്കുക എന്നുള്ള പദത്തിന്റെ അർത്ഥം ഞാൻ പറയാം. You know the meaning of the word threshing? സ്തോത്രം സ്തോത്രം. Hallelujah. ശത്രു ഇന്നലകൾ വിഴുങ്ങിയ ചില നന്മകളുണ്ട്. There are certain blessings that the devil had swallowed up in ഈ the past. ഉപവാസ പ്രാർത്ഥനയിൽ ആ വിഷയത്തെ നീ ചവിട്ടുക. You're going to trample under your foot those issues. ശത്രുവിന്റെ ചില വായറ് പൊട്ടി ചില വിഷയം പൊറുതിയാടാൻ പോകുക. Oh, the devil's tummy is going to be broken and that is going to be solved. Hallelujah. Jesus. Oh, Ratala Barikandara Bagasamdara Barikamanagasia. Jesus. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 18ാമത്തെ പ്രസംഗം നടത്തുന്നു. This is the 18th message that I'm sharing. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്നത്. This is the first time I've spoken so many sermons. അതുകൊണ്ട് തൊണ്ടയങ്ങ് വല്ലാതായി വരുന്നു. It's a bit sore. Can you pray for me? മെതിക്കുക എന്നുള്ള പദത്തിന് ഒരു പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചത്. I read about this trampling in a book. നമ്മളെ കുറച്ച് നാള് ഒരു 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 പുരയിടത്തിലോട്ട് കയറാൻ കഴിഞ്ഞാൽ പുല്ലുകൾ ഇങ്ങനെ കിളിർത്തങ്ങ്. If you don't go inside the land, all the grass will grow up in. സ്തോത്രം. അപ്പം നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. It may be difficult for us to walk. നടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പം എന്താ എന്നറിയാമോ? ഒരാളങ്ങോട്ട് ചെന്നിട്ട് ഈ പുല്ലെല്ലാം ചവിട്ടി 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 ഒതുക്കി 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 നടപ്പാത വെട്ടുക. So when it is difficult to walk, somebody will just tread over that grass, and then by doing that there will be a path that will open up. ഇതാ ആ വാക്യത്തിന്റെ അർത്ഥം. That is what this word means. ചവിട്ടാൻ ആരോഗ്യം കൂടെ വേണം കേട്ടോ. You need the strength to do this. ചില്ല നടന്നു പോയ ഉറുമ്പോലും ചാകത്തില്ല. Some people when they walk, even an ant will not die. അയ്യോ ഞാനൊരു പാവം വിശ്വാസിയാണ്, വേണേ സ്തോത്രം പറഞ്ഞു സ്തോത്രാഴ്ച ഇട്ടിട്ട് അങ്ങ് പോകും. I am a simple believer. Let me just say praise the Lord, and I will put the offering and go. അവർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ലെന്നേ.
They can't do these things. നീ ചവിട്ടുന്നെങ്കിൽ ആത്മാവിന്റെ മണ്ഡലത്തിൽ ചവിട്ട്. You must tread in the spiritual realms. അഭിഷേകത്തിൽ ചവിട്ട്. You must tread in an anointing. ആ കൈ അടിക്കുമ്പോൾ ഒരു അഭിഷേകം വ്യാപരിക്കും. When you're clapping hands, there might be an anointing. അകത്തുനിന്ന് വെളിയിലോട്ട് സ്തോത്രത്തിന്റെ പവർ വ്യാപരിക്കും. The power of that praise should come out of you. ഇന്ന് പകൽ ചില നട നമ്മൾ ചവിട്ടി മെതിച്ചു തുടക്കുക. We kind of tread over some things and trample some things. ശത്രു ചെറുതാണെന്നൊന്നും കാണണ്ട. Oh, you don't have to look at the enemy as പക്ഷേ a ഇന്ന് small. പകൽ ആ വിഷയത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് But we kind of tread over, ഒരു trample over വഴി that issue. Oh, hallelujah. Yes. Hallelujah. 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 Jesus, Jesus. ചില നട്ട ഇന്ന് പകൽ നീ ചവിട്ടി മെതിച്ചുണ്ടാക്കുക. Oh, we are going to make a path because we are treading ശത്രു over it. ഇന്നലകൾ വെല്ലുവിളിച്ച ചില വിഷയങ്ങളെ There are some issues that challenge us in ആത്മ this മണ്ഡലത്തിൽ കയറി വെട്ടുകയാണ്. And as we enter into the spiritual ആ realm, we ശബ്ദം ഉയരട്ടെ. hit them. ആ ശബ്ദം ഉയരട്ടെ. ആ ശബ്ദം ഉയരട്ടെ. ആ ശബ്ദം ഉയരട്ടെ. Lord, thank you, Lord, thank you, Lord, thank you, Lord. Thank you, Jesus. Thank you, Jesus. നമ്മൾ വായിച്ചത് അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും They were bowmen, they were ഇടം കൈ കൊണ്ടും കല്ലെറിയുവാനും. അപ്പം ആ വാക്യം വായിച്ചാൽ ഇനി നമ്മുടെ മനസ്സിൽ എന്താ അതിനകത്തിലെ ദൂത് വരുന്നത് എന്താ? What is that message that we get? അപ്പം ഏത് സൈഡിൽ കൂടെയും Whichever way, whichever side the enemy comes, പ്രത്യക്ഷമായോ പരോക്ഷമായോ whether overtly or covertly, വിഷയം വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള ആത്മബലം ഈ ഫാസ്റ്റിംഗിൽ ഏറ്റെടുക്കണം. in this fasting prayer we must have the spiritual strength to handle the matters, whether it comes from the left or from the right. നിങ്ങളെ എവിടെ തൊട്ടാൽ ഒതുങ്ങുമെന്ന് ആർക്കറിയാം? Who knows where is your weak point? അവിടെ പിശാച് തൊടുന്നത്. That is exactly where the devil strikes you. പക്ഷേ ഈ ഉപവാസപ്രാർത്ഥനയിൽ അതിന്മേലൊരു ജയം. But in this fasting prayer you need to get a victory over it. കേറിവാ ആത്മാവിൽ കേറിവാ. Oh, come up, come up. Oh, ദൈവത്തിന് ചില വില്ലാളികളെ ഇവിടെ പണിതെടുക്കാനുണ്ട്. Oh, God wants to build some bowmen here. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൈവത്തിന് യുദ്ധം ചെയ്യാൻ ചിലരെ വേണമെന്ന്. God wants some people to fight this battle in the spiritual realms. ഉഴപ്പന്മാരെ അല്ല ദൈവത്തിന് വേണ്ടിയത്, ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന. Oh, rikamanaga sangadala manigasya. Hallelujah. Amen. കല്ലെറിവാനും വില്ലുകൊണ്ടും അമ്പെയ്പ്പാനും സമർത്ഥന്മാരായിരുന്നു. They were able to sling the stones as well as to shoot the arrows. അപ്പോൾ വീട്ടിൽ പോയി ഈ രണ്ട് അധ്യായങ്ങൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് വായിക്കണേ. Can you compare both these chapters when you go home and read? നമുക്കൊരു കുഞ്ഞു സമയമുള്ളല്ലോ ഇനി മുമ്പിൽ. You have a little bit of time now. വലിയൊരു ദൂത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരിക. I'm bringing a big message from the Lord. എന്താ അതിന്റെ മാർഗം എന്താ? What is the way forward? ഇന്ന് തരിക എന്ന് മാത്രമേ ഉള്ളൂ. You have to submit. Just sit down. സമയത്ത് നിർത്താം. I'll close in time. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. Hallelujah. ആ വാക്യത്തിന്റെ വെളിപ്പാട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. That is what the revelation there. എട്ടാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 1 ദിനവൃത്താന്തം 12:8. 12:8. പരിചയം Praise the Lord. അവർ സിംഹ ഓ സ്വോത്രം സ്വോത്രം സ്വോത്രം. Hallelujah. ഒരു ദിവസം മൊത്തം വേണം ഇത് ഇനിയും പറയണമെങ്കിൽ. You need a full day to explain this. പരിചയം they could handle the shield. നമ്മുടെ കയ്യിലൊക്കെ ഈ ദിവസങ്ങളിൽ എന്താ വേണം? What we need a shield. We need a shield these days. പറഞ്ഞാട്ടെ എന്താ വേണം? We need a shield. പരിചയം എന്തിനാ? Why do we need a shield?
ശത്രുവിന്റെ ആയുധത്തെ തടഞ്ഞു നിർത്താൻ. to obstruct the enemy's weapons. ഈ പരിചയുടെ വലിപ്പം അനുസരിച്ചാണ് ഈ പ്രൊട്ടക്ഷന്റെ വലിപ്പം കൂടുന്നത്. The protection is proportionate to the size of the shield. ചിലർക്ക് പരിചയം ഇച്ചിരി ചെറുതേ ഉള്ളൂ. If a shield is very small, ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, if you ask, yes, it is there, പക്ഷേ ശരീരം ഒന്നും മറയത്തുന്നു. but it doesn't cover their body. എന്നോടുള്ള കറക്റ്റ് ദൂരാന്നില്ല. Oh, some people may be saying this is the correct prophecy to me. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് But those അവരെ guys, യുദ്ധത്തിന് പോകുമ്പോൾ വലിയ പരിചയമാണ് ഉണ്ടാക്കുന്നത്. they used to take big shields to go when they go to fight the battle. അപ്പൊ അതിനകത്തൊരു കുഞ്ഞ് വിശദീകരണം കൂടെ പറയാം. I want to give you a small explanation there. ചില പരിചയം ഉണ്ടാകുന്നത് തടി കൊണ്ടാണ്. Some shields were made with wood. എന്നിട്ട് അവിടെ ഈ ലെതർ തോല് കൊണ്ട് അതിനെ കംപ്ലീറ്റ് അങ്ങ് മറക്കി. Then they cover it with the leather. സ്തോത്രം. Hallelujah. വലിപ്പമുള്ള പരിചയം. It's a very big shield. തോല് കൊണ്ട് ഇതങ്ങ് മറക്കി. Then they will cover it with a leather. സ്തോത്രം. എന്നിട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ഈ പരിചയം കൊണ്ട് വെള്ളത്തെ മുക്കി പിടിച്ചു. And before they go to the battle, they will put the shield into the water. അപ്പൊ ഈ തോലെല്ലാം ഇങ്ങനെ നനഞ്ഞിരിക്കും. And this whole leather will be wet. എന്തിനാ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്ന അറിയാമോ? Why do they make it wet, you know? എഫേസ്യ ലേഖനത്തിൽ പൗലോസിന്റെ ഒരു ഭാഷയുണ്ട്, There is- തീയമ്പുകൾ. And that Ephesians Paul says that darts of fire. ഇച്ചിരൂടെ ഇറങ്ങി അത് വിശദീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് വെച്ചെടുത്ത് നമുക്ക് Amen. സമയമില്ലാത്തതുകൊണ്ട് Hallelujah. ശത്രു എഴുതി വിടുന്ന തീയമ്പുകൾ. The enemy sends darts of fire. എന്താ ഈ തീയമ്പെന്ന് പറഞ്ഞാൽ? What is these darts of fire? ഈ അമ്പിന്റെ അഗ്രത്തിൽ അവര് അന്നത്തെ കാലഘട്ടത്തിലെ ടാറ് അല്ലെങ്കിൽ അരക്ക് ഇങ്ങനെ പൊതിഞ്ഞ് They used to cover the edge of the arrow with tar. ശത്രുവിനെതിരെ എയ്യുമ്പോൾ തീ കത്തിച്ചിട്ട് അത് തീ കത്തിച്ചിട്ടാണ് എഴുതി വിടുന്നത്. And they used to light a fire and then they used to throw the arrow. ഇത് വന്ന് ഈ പരിചയം തട്ടുമ്പോൾ When that fiery dart come and strikes this shield, പരിചയം എവിടെ മുക്കിയിട്ടാ പോയി? where did they dip the shield? They dipped it in water. അപ്പൊ ഈ തീയമ്പ് വരുമ്പോൾ എന്തോ ചെയ്യും? When there's a fiery dart comes, what happens? കെട്ടുപോകുന്നല്ല, കെടുത്തി കളയുമെന്ന്. This fire will be quenched. Hallelujah. കെടുത്തി കളയുമെന്ന്. Hallelujah. നിലകളിൽ അറിയാത്ത മേഖലകളിൽ ശത്രു എഴുതി വിട്ട അപവാദത്തിന്റെ തീയമ്പ്. All that reproach, the darts of reproach which the devil sent against you. ദൈവമക്കളെ, ആമേൻ, ബലഹീനമാകത്തക്ക നിലയിലുള്ള വാക്കുകളുടെ തീയമ്പുകൾ. Oh, those words that were sent to weaken you. അന്ധകാര ശക്തികൾ ആത്മമണ്ഡലത്തിൽ എഴുതിവിട്ട ചില പോരുകൾ. Those opposing forces which that evil dark forces had sent into the spiritual realm. ദൈവം ഇതിലെ കെട്ടുപോയതല്ല, തമ്പുരാൻ കെടുത്തി കളഞ്ഞതാ. It was not quenched on its own, the Lord quenched it. ആ പവറിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് കയറി വാ. Hallelujah. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിന്റെ വെള്ളത്തിൽ നിന്റെ പരിചയം ഒന്ന് മുക്കണം. You need to dip your shield in the Spirit's water these days. ഈ പരിചയ വിശ്വാസത്തെ കാണിക്കുക. This shield shows your faith. ആത്മാവിലൊന്ന് കുതിരട്ടെ അത്. You need to be made wet in the Spirit. മനസ്സറിയാത്ത ചില വിഷയത്തിൽ നിന്നെ കരയിപ്പിക്കുവാൻ പിശാച് തൊടുത്തുവിടുന്ന ചില തീയമ്പുകൾ ഇന്ന് പകൽക്കാലം കെടുത്തി കളയുന്ന പകല. Fiery darts that the enemy is sending against you to make you weep on issues that even you have not known. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. In the name of Jesus, you are experiencing that deliverance. ചിലത് കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. Some are extinguished. ചിലത് കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. Some are quenched. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, തമ്പുരാൻ അത് കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. God is extinguishing that fire. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. Hallelujah. ശത്രു വലിയ ആഗ്രഹത്തോടെ തൊടുത്തു വിട്ടത് നിന്ന് കത്താനായിരുന്നു. The enemy had sent this dart thinking that it will stand there and it will burn. ഞാൻ പറയുന്നത് ഞാൻ ദൂതമായിട്ട് നിങ്ങളോടൊന്ന് വാ. Hallelujah. നിന്ന് കത്താനായിരുന്നു ശത്രു ആ തീയമ്പ് തൊടുത്തു വിട്ടത്. The enemy had sent that dart so that it will stand there and burn the shield. പക്ഷേ തമ്പുരാൻ ഇടപെട്ടതുകൊണ്ട്, But because the Lord intervened, അതിനെ തമ്പുരാൻ കെടുത്തി കളഞ്ഞു. the Lord has extinguished it. ഹാ റമാനാസി റിബി ശിഖ നവാസിയം.
തമ്പുരാൻ അത് കെടുത്തി കളഞ്ഞെന്ന്. The Lord has quenched that fire. തമ്പുരാൻ അത് കെടുത്തി കളഞ്ഞെന്ന്. The Lord has set it യേശുവിന്റെ out. നാമത്തിൽ സ്വർഗ്ഗം അത് കെടുത്തി In the കളഞ്ഞെന്ന്. name of Jesus, heaven has quenched it. തമ്പുരാൻ അത് കെടുത്തി കളഞ്ഞെന്ന്. Heaven, the Lord has quenched it. യേശുവിന്റെ നാമത്തിൽ. Hallelujah. മക്കളമാരെ, അടുത്ത ദിവസം നമ്മൾ ആത്മനിറവിലോട്ടാ പോകുന്നത് കേട്ടോ. We are going to enter into the spiritual filling. ഒരു ബുക്ക് ഒരു പേനയൊക്കെ കൊണ്ടുവരണം നാളെ മുതൽ. You need to bring the book and the pen. ഈ മെസ്സേജ് വൈകിട്ടോട് ഇങ്ങനെ തുടരും. This message will continue in the evening as well. രണ്ടാമത്തെ പാർട്ടിലോട്ട് കയറാൻ പോവാ. We're going to come to the next part of the message. അത് ആത്മനിറവാ. This is the filling of the Spirit. സ്നാനപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിക്കാനുള്ളവരൊക്കെ All those who want to be anointed after baptism, ചെല്ലൊക്കെ ഉണ്ട്. at least few people are there here. എല്ലാ അഭിഷേകം പ്രാപിക്കണം. You must receive the anointing. ചേർന്ന് സ്തോത്രം പറ. Hallelujah. കൊണ്ടുവരുമോ ബുക്കൊക്കെ? Please bring in your books. വെരി ഗുഡ്. Excellent. കുഞ്ഞിന്റെ So everyone may bring your books and to write pen. നാളെ മുതൽ കൊണ്ടുവന്നാൽ മതി. ഇന്ന് വൈകിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല. From tomorrow onwards you must definitely bring it. Even if you don't bring it today, ഇതൊക്കെ അകത്ത് കയറണം. These messages should come inside you. Hallelujah. Hallelujah. സ്തോത്രം. അപ്പം അവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, പരിചയും കുന്തവും എടുപ്പാൻ. അപ്പം അവിടൊക്കെ എങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകുന്നത് എങ്ങനെ? There were valiant men who could. പരിചയം എന്തിനായിരുന്നു? What for the shield? തടയാൻ. To obstruct. അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ ഇത് രണ്ടും ദൈവമക്കൾക്ക് എന്തോ വേണം? So God's people need both to defend as well as to attack. ചില സ്തോത്രം കേൾക്കുമ്പോഴേ നമുക്കറിയാം പരിചയമുണ്ട്, എങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. Oh, when people say, some people praise, we know that they have a defending shield. ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ 2-3 ദിവസമൊക്കെ ഇരിക്കും. A couple of days, whenever they have a problem, they will be able to sit and fast and pray. ശത്രുവിന്റെ അറ്റാക്ക് തടയാൻ വേണ്ടി ഒരു കൊച്ചു പരിചയമൊക്കെ സംഘടിപ്പിക്കും. They have arranged for a small shield to defend the enemy's attacks. അതുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒരു ചെറിയ സ്തോത്രം പറയുന്നു. The evidence is that in between they will say a small praise. പരിചയുടെ വലിപ്പം ഒന്ന് കൂട്ടാമോ? Can you increase the size of your shield? പരിശുദ്ധാത്മാവിന്റെ വെള്ളത്തിൽ നിന്ന് മുക്കി പിടിക്കാമോ? Can you dip it into the Spirit's water? നീ അറിയാത്ത തീയമ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? Have you understood that there are darts of fire which you have not understood yet? സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടിരിക്കുന്ന സമയത്ത്, even when everything looks favorable for you, മറഞ്ഞിരിക്കുന്ന തീയമ്പുകളെ ജയിക്കണമെങ്കിൽ, if you want to overcome the hidden darts of fire, പരിശുദ്ധാത്മാവിന്റെ വെള്ളത്തിനകത്ത് പരിചയ മുക്കി പിടിച്ചോണം. you must dip the shield in the water of the Spirit. ആത്മമണ്ഡലത്തിന്റെ പുതിയ വെളിപ്പാടുകളാ ദൈവമ്മ പറയുന്നത്. This is a new revelation in the spiritual realm that the God is giving you. പ്രിയ ദൈവങ്ങളെ, രണ്ട് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് മാത്രം പോയാൽ പോലെ വചനത്തിന്റെ മർമാകത്ത് Not just clapping hands and speaking in tongues, you need to understand the depth and mystery of the word. ഇന്നലകളിൽ നിനക്കെതിരെ വന്ന ചില തീയമ്പുകളെ തടഞ്ഞത് ആത്മാവിന്റെ പരിചയായിരുന്നെങ്കിൽ, it was the Spirit shield that defended you from the darts of fire that came against you. ആത്മാവ് ഞാൻ ഉറപ്പോടെ പറയുകയാണ്, I am telling you in assurance of ഈ faith. ദിവസങ്ങളിൽ അണിയറയിൽ പിശാച് ഒരുക്കുന്ന ചില തീയമ്പുകളെ ഇന്ന് പകൽ ആത്മാവ് കെടുത്തി കളയുകയാണ്. Hallelujah. Whatever the enemy is preparing against you, the darts of fire, the Holy Spirit is quenching it for you. When in the left hand, when you take the shield in your hand, you must take the weapon in your right hand. Because I don't have time to speak from Ephesians, I'm not speaking. When we read from Ephesians chapter 6:10 onwards, we see the armor of God's people. We must read and understand that when you get time. I'm going to start the revelation of Ephesians. In their left hand, they have a shield. Hallelujah.
faith. വിശ്വാസം എന്ന വരിക. The shield of faith. Shield of faith in the left hand. വലത്തെ കയ്യിൽ In the right hand, ആത്മാവിന്റെ വചനമാകുന്ന the sword of the Spirit, which is the word of God. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഒരു ദൂത് Now പറയാം. everybody pay attention. അപ്പൊ ദൂരേന്ന് ശത്രു ഒരു തീയമ്പ് ഇങ്ങനെ തൊടുത്തു വിട്ടു. Oh, the devil sent a dart of fire from a distance. ആ പടയാളി എന്താ ചെയ്യുന്നേ? What did the soldier do? Hallelujah. He lifted his shield up. ഞാൻ കൈ തന്നെ കാണിച്ചു വെച്ചിരിക്കുക. പറയാൻ He lifted his shield of faith. Oh, Rabaga വിശ്വാസത്തിന്റെ Shamdarabas. പരിചയം കൊണ്ട് എന്താ ചെയ്തു? With that shield of faith, what did he do? He obstructed it. Did he stand there after that? അടുത്ത ശത്രു വന്ന് എയ്യുക. And the next dart is coming from the enemy. Where is it coming and piercing? He is still standing there. Nothing is happening. He is still standing there. Another one is throwing an arrow. We are defending. Since 25 years, someone is standing there and defending. We are not moving ahead. Oh, it's only 10 years since some people are being praising, I think. We are just defending. When we come across one problem, we may sit 7, 21 or something like some fasting days, and then we just defend it, obstruct. But this fasting prayer, we have to enter into another level. Not only obstruct or defend, before he gets the next one, before he picks up the next dart, നമ്മൾ അടുത്ത ചെവിട് മുമ്പോട്ട് വെച്ചു. we have to move ahead. ആത്മാവിന്റെ വാള് കയ്യിലെടുത്തു. We need to take the sword of the Spirit, the word of God. അവനെ വെട്ടാൻ തുടങ്ങി. We have to strike the enemy. ആ വാള് കണ്ടപ്പോൾ When he sees that sword, ശത്രു ഒരു ചുവട് പുറകോട്ട് മാറി. oh, the devil just retreated. അവൻ ഒരു ചുവട് പുറകോട്ട് മാറിയപ്പോൾ When he moved back one step, ഞാൻ അടുത്ത ചുവട് മുമ്പോട്ട്. we move ahead one step. ആത്മമണ്ഡലത്തിൽ കേറി വരാൻ Oh, we need to come ahead. We need to go ahead in the spiritual realm. Hallelujah. Hallelujah. നീ അവിടെ മുഖത്തോട്ട് നിങ്ങൾ നോക്കി. ഈ പവറുള്ള ഈ സോൾജിയേഴ്സിന്റെ മുഖത്തോട്ട് നിങ്ങൾ നോക്കി. Look at the face of these soldiers. How are they looking? അവർ They, 8-ാം വാക്യത്തില Verse 8. മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായി They were having faces like faces of lion, and they were swift like the gazelles upon the mountains. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ടെ. Hallelujah. അപ്പൊ അവിടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തുകൊണ്ട്? If you look at their face, കാട്ടിലെ രാജാവാണ് ആര്? who is the king of the forest? The lion. സിംഹത്തിന്റെ മുഖത്ത് നോക്കാമെങ്കിൽ ഒരു പ്രൗഢിയുണ്ട്. If you look at there's a boastful face that he ദാവീദിന്റെ has. പട്ടാളത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്തുകൊണ്ട്? ഒരു സിംഹ ഗർജനമുണ്ട്. So there was a lion's roaring if you look at David's അപ്പൊ army. ഞാനിങ്ങനെ പ്രസംഗിച്ചെന്നും പറഞ്ഞ് നാളെ മുതൽ മുഖമൊക്കെ കടുപ്പിച്ച് ആരോട് സംസാരിക്കാതെ സിംഹമുഖം എന്ന് പറഞ്ഞൊന്നും ആരും ഇവിടെ അങ്ങ് ഇരുന്നേക്കരുത്. Don't make your face like a lion and sit more onwards. ഇപ്പോഴാണെങ്കിൽ ഒന്ന് നോക്കി ചിരിക്കുമെങ്കിലും ചെയ്യും. At least you're laughing nowadays. അല്ല വിഷയം വരുമ്പം When you come across a problem, നീ ആലില പോലെ വാടി തളർന്നിരിക്കരുതെന്നായി പറഞ്ഞു വരുന്നത്. you should not be sitting in one place very weak. പോരാട്ടം എത്ര ശക്തമാക്കുന്നോ, As strong you make your offense, ആത്മമണ്ഡലത്തിൽ നീ അത്ര ശക്തമായിരിക്കണം. you must be stronger in the spiritual realm. അവിടെ സ്പീഡ് കണ്ടോ? മാൻപേടകൾക്ക് തുല്യം. They were swift like the gazelles. മാൻപേടകളുടെ കാലുകൾക്ക് ഭയങ്കര സ്പീഡാ. Oh, the gazelles' legs are very fast. വിഷയം വരുമ്പോൾ ചത്തേ തളർന്നേന്നും പറഞ്ഞ് ആരാധനയ്ക്കും വരാതെ കൈയടിക്കാതെ ഇരിക്കരുത്. നല്ല പവറിൽ They will not sit quiet in the midst of a problem. They will not sit silent. ഈ വാക്യങ്ങളുടെ അർത്ഥമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. You know what is the meaning of these words? ഇനി അടുത്ത നമുക്ക് നോക്കാം. 14-ാമത്തെ വാക്യം. Verse 14.
ഇവർ ഗാദ്യരിൽ പടനായകന്മാരായിരുന്നു. കുറെ പേരുകൾ മുമ്പോട്ട് പറഞ്ഞിട്ടാ പറയുന്നത്. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. കണ്ടോ, ചെറിയൊരു പുള്ളിയെ കൊണ്ടുവന്ന പുള്ളി എത്ര പേരെ കൈകാര്യം ചെയ്യും? How many could the least of them handle? 100 men. ഓ, ഒരു സ്തോത്രമൊക്കെ പറ. Hallelujah. വലിയവനോ? The greatest one could handle 1000 men. Oh, hallelujah. നമ്മളെല്ലാ സഭായോഗത്തിലും പറയുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഒന്ന് താങ്ങിക്കണമെന്നാണ്. So every meeting we say that please uphold me in prayer. ഏത്തവാഴയ്ക്ക് ഒത കൊടുത്തുപോലെ നമ്മൾ പലരും ഇങ്ങനെ താങ്ങി നിർത്തും. Like the banana plant in India needs some support, we are asking for support. വലിയ കാറ്റടിക്കാത്തതുകൊണ്ട് അടുത്ത സഭായോഗത്തിന് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. Because there is not a big wind, they are coming for the next meeting. Praise the Lord. പക്ഷേ ഇവിടുത്തെ സ്തോത്രം ആളുകൾ അങ്ങനെയുള്ളവരല്ല. But people here are not like that. ചെറിയവൻ 100 പേർക്ക്, The least one could stand വലിയവൻ against 1000 100. പേർക്ക്. The greatest one could stand ഇന്ന് against പകൽ 1000. ആത്മമണ്ഡലത്തെ സഭ കയറണം. They were in the spiritual realm. പരിശുദ്ധാത്മാവ് സഭയെ വിവേചിച്ചുകൊണ്ട് ഈ ദൂതുകളെല്ലാം Holy പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Spirit is speaking to the church. ഈ പ്രദേശത്തൊരു സൈന്യം എഴുന്നേക്കണം. An army has to rise here. മെൽബണെ പിടിച്ചടക്കാനുള്ള ആത്മാവിന്റെ കരുത്ത് ജനത്തിന്മേൽ ദൈവമാ കൈമാറുക. Capture the city of Melbourne, you need the power of the Spirit. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയണം. Those who believe, praise the Lord. ഈ സഭയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സാമൻ ദൈവാത്മാവ് തരും. The Lord is going to give all the foundational necessities of the ദൈവം church. നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. The Lord is going to raise certain people. ചില അടിസ്ഥാനങ്ങൾ ദൈവമാവ് ഈ The Lord is സഭയ്ക്ക് going to lay certain foundations. ഒരു സൈന്യത്തെ ദൈവം The എഴുന്നേൽപ്പിക്കും. Lord is going to raise an army. എന്റെ ജനം വിശ്വസ്തയോടെ നിന്നാൽ, If my people stand faithfully, ഈ ആലയത്തിന്റെ മുമ്പിലത്തെ സ്ഥിതി പിന്നത്തേതിലും ആദിമകത്തരമായിരിക്കുമെന്ന് ഹഗ്ഗായി പ്രവചിച്ച ദൂത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മ ദൂത് പറയുന്നു. Haggai has prophesied that the later time of this temple will be greater than the former time. Oh, rikarabal handaragatsi kadulabaria. Ribar handulaga shagatana kasaragatulabari kabaragas. 15ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ അതിനകത്തൊരു ദൂത് പറയാം. Verse 15. അവർ 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഒരു സ്തോത്രം പറയാം. Hallelujah. വാക്യം മനസ്സിരുത്തിയെന്ന് വായിച്ചേ. എല്ലാരും വായിച്ചേ. ബൈബിളൊക്കെ ഒന്ന് തുറന്ന് വായിക്കണേ. Read your Bible, verse 15. നിങ്ങളോട് വായിക്കുക വാക്യം ഒന്ന്. First Chronicles chapter 12, verse 15. Can you read together? അവർ 1-ാം മാസത്തിൽ, They are the men who crossed Jordan the first month, when it was overflowing all its banks. When did they cross? എൻ്റെ ഒരു പ്രധാനപ്പെട്ട When it was overflowing. ഇപ്രാവശ്യം അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ കൂടെ ഒക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം ഇനി അടുത്ത സെക്ഷൻ മുതൽ, നാളത്തെ ദിവസം മുതൽ. Hallelujah. അപ്പൊ ഈ ആത്മമണ്ഡലമൊക്കെ നമുക്കൊന്ന് വേണം. Amen. ആത്മസ്നാനം എന്താണെന്ന്, We need to know what is the baptism in the Spirit. ആത്മനിറവ് എന്താണെന്ന്, What is the filling of the Spirit? അഭിഷേകം എന്താണെന്ന്. What is anointing? കൊച്ചു കുഞ്ഞുങ്ങളല്ല എല്ലാവർക്കും അറിയണം അത്. All the children as well as the old big people should know this. അപ്പം യോർദാനൊക്കെ ഇനിയും മറ്റൊരു അവസരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. We will pay attention to Jordan another day. ഇവിടുത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു. 1-ാം മാസത്തിൽ യോർദാൻ, When the first month when Jordan was overflowing, യോർദാന്റെ പ്രത്യേകത മരണ യോർദാനാ. and it was a Jordan of death. ഈ യോർദാനകത്ത് ഒരാൾ പെട്ടാൽ അവരെ പൊക്കിയെടുത്ത് ചാവുകടലിൽ കൊണ്ട് ഡെഡ് ബോഡി ആയിട്ട് എറിയും. അത്രയ്ക്ക് വലിയ പോരാട്ടം. If somebody falls into Jordan, it will take them away all the way to the Dead Sea. ഈ യോർദാൻ കര കവിഞ്ഞൊഴുകുമ്പോഴാണ് Even when this Jordan was overflowing, അവരതിനെ ക്രോസ് ചെയ്ത് they crossed this Jordan River. ഇന്ന് രാവിലെ സമയം ദൂത് ഞാൻ പറയാം. I want to give you this word. പോരാട്ടം ഇല്ലാത്തപ്പോഴല്ല, Not when there is no problem, പ്രശ്നമില്ലാത്തപ്പോഴല്ല, not when there is no issues. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ചിലർ ഇതിനകത്ത് എഴുന്നേക്കണം. Some people should arise who is able to challenge it and handle the matter. ഓ, ചേർന്ന് സ്തോത്രം പറയണം. So praise the Lord. Hallelujah. Amen. Hallelujah. Thank you, Lord. ഒരു താഴ്വര നിവാസികളെ ഒക്കെയും കിഴക്കോട്ടും എന്ന് വെച്ചാൽ അവരുടെ ദേശമായിരുന്നു. This was the land of the people of the valleys. They chased them away. Hallelujah. Hallelujah. 22ാമത്തെ വാക്യം. Verse 22. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി
ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ചെറിയ തുടക്കമാണെങ്കിലും വലിയൊരു അവസാനമുണ്ട്. Or even if it was a small beginning, there was a big end. ഇതൊക്കെ അങ്ങോട്ട് Hallelujah. പിടിച്ച് സ്വോത്രം പറയണ്ടേ. Hallelujah. ഈ അക്വേറിയത്തിനകത്ത് പല ഫിഷുകൾ ഉണ്ടെങ്കിലും In the aquarium, even though there are many fishes, പേര് ഞാൻ മറന്നു പോയല്ലോ, ഇച്ചിരി വലിപ്പമുള്ള ഒരു ഫിഷ് ഉണ്ടല്ലോ അതിനകത്ത്, ഗോൾഡൻ ഫിഷ്, goldfish. അപ്പോൾ ഈ തീറ്റ അങ്ങോട്ട് എടുക്കുമ്പോൾ ഇവന്മാരെ ചാടി വന്ന് ചാടപട മൊത്തം കൂടെ വിഴുങ്ങിക്കൊണ്ടു. So when we put the food in there, the mighty ones will come and they will eat everything at ചില there. പാവപ്പെട്ട മീനുകൾ ഇങ്ങനെ നോക്കിയിരിക്കണം. There are some small fishes there, they're just waiting, they don't get ഗോൾഡൻ anything. ഫിഷിന്റെ വിട്ട് ദൂത് വരുമ്പോൾ ചാടി കയറിഞ്ഞ് പിടിക്കണം. And when this kind of a message comes, catch hold of it. അതിനൊരു ആരോഗ്യം വേണമെന്നേ. You need a spiritual strength for it. Hallelujah. ഇത് കൂടുതലൊക്കെ എങ്ങനെയാ നിങ്ങളെ ഞാനൊന്ന് ശരിയാക്കി എടുക്കുന്നത്? സ്വത്രം How can I മനസ്സിലാക്കുന്ന encourage you ഭാഷയാണ് ഞാൻ better? പറയുന്നത്. How can I encourage you better? Praise the Lord. Hallelujah. ചെറിയ തുടക്കമാണെങ്കിലും പിന്നത്തേതിൽ ആള് വന്നൊരു സൈന്യമായി Even തീർന്നു. if it is a small beginning, they became increase and became a big army. സഭയെ ഉറപ്പിച്ച് ദൈവാത്മാവ് വചനത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ദൂത് തട്ടിയായി പറയുന്നേ. Oh, the Holy Spirit is strengthening the church and giving you the depth of the prophecy. നിങ്ങൾ ആത്മാവിലൊന്ന് കാണുന്നേ. You need to see this in spirit. ഒരു വലിയ ഹോള് കണ്ടേ. The Lord is going to give it. അത് നിറച്ചാപ്പാക്കൽ. God is going to bring a full of souls, a big hall full of souls. Hallelujah. In the name of Jesus. In the name of Jesus. Hallelujah. ദാവീദിനോട് ഇപ്പൊ ആരുണ്ട്? വലിയൊരു There was a big army now. ജഡീകന്മാരല്ല, Not fleshly people. ഓടക്കന്മാരല്ല, They were not troublemakers. ചുമ്മാ വഴക്കുണ്ടാക്കുന്നവന്മാരല്ല. They were not creating unnecessary പിന്നെ ആരാ? quarrels. But അല്ല, ഇത്രയും പറഞ്ഞു ഒന്ന് ഒരു സമ്മറി പറ. വില്ലാളികള്, they were bowmen. വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും. With right and left, they were skilled to ഞാൻ throw the തന്നെ പ്രസംഗിക്കുക, stones. ഞാൻ തന്നെ പറയുക. സ്വത്രം. Hallelujah. പരിചയം കുത്തുകൊടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാര്, They were able to take the spear and the സിംഹമുഖന്മാര്, They were lion-faced men. മാൻപേടയ്ക്ക് തുല്യമായ കാലുള്ള, They were swift like the gazelles. ചെറിയവൻ Small one വലിയവൻ. could stand against 100, the greatest എപ്പോഴാ against അവര് 1,000. യോർദാൻ ക്രോസ് ചെയ്തത്? When did they cross Jordan? പ്രശ്നങ്ങളുടെ നടുവ് ചാടി കിടക്കാൻ ആത്മീയ വീരന്മാര്. In the midst of the problems, they could go across. They were spiritual warriors. അവര് കൂടാൻ തുടങ്ങി ഇപ്പം വലിയൊരു They സൈന്യമായി. increased and became a great army. ഇതൊക്കെ ആത്മാവിൽ കണ്ട് സ്വത്രം പറ. They need to see this in the spirit and praise the Lord. Hallelujah! 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 അവൻ ഞാൻ ചോദിക്കാം, നമ്മളെ ഇതിനകത്ത് ഏത് ഗ്രൂപ്പിൽ നിർത്താൻ പറ്റും? Which group should we be in? Man, hallelujah. അപ്പോൾ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് വൈകിട്ട് വരുമ്പോൾ പറഞ്ഞാൽ മതി. ഒരാശ്വാസം തരിക. ഇപ്പം ചാടിക്കറി എന്ന് പറയണ്ട, വൈകിട്ട് പോയി ചുമേന്നേരം ഒന്ന് ആലോചിക്കണം. Think well and check. അപ്പോൾ ഇതിനകത്ത് ഏത് ലിസ്റ്റ് നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എന്നോടൊന്ന് We പറയാം. can be in which list you need to think about it. വൈകിട്ട് പുതിയ ആൾക്കാരും വരുന്നുണ്ട്. പബ്ലിക് ഞാൻ ചോദിക്കത്തില്ല, പോകുന്നേരത്ത് എന്നോടൊന്ന് പറഞ്ഞിട്ടേ പോകാവൂ, പാസ്റ്ററെ ഞാൻ ഈ ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞു. So you need to tell me privately which group are you in. രണ്ടുപേരെ Hallelujah. കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. I want to introduce two more people. എടുത്തേ 32ാമത്തെ വാക്യം, Verse 32. ഇസ്സാഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. ഓഹോ, Amen. എന്തോ വാക്യമാപ്പാ ഇത്. What a verse there. എനിക്കൊന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഇത് വായിക്കുന്നത്. നിങ്ങൾ Probably you're reading for the first time this one. വിജയപ്രദരെ ഒന്നുകൂടെ ഒന്ന് പവർ വായിച്ചത്.
ഇസ്രായേലിൽ ഇസ്സാഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. സഭയ്ക്കകത്ത് കാലജ്ഞന്മാരുണ്ടാകും. The church must have people who understand the times. കാലന്മാരല്ല, Not devil's agents. ഇന്ന് ചില സഭയിൽ പോയാൽ ഇത് അന്തം മുടിക്കുന്ന കാലന്മാർ ഒത്തിരി ഉണ്ട്. Now, there are so many അവരല്ല, agents of the devil in many churches. കാലജ്ഞന്മാര് വേണം. But we need people who understand the times. കണ്ടോ, അവിടെയൊക്കെ കയ്യിലൊരു ആലോചനയുണ്ട്. They had a counsel. ഇന്നത് ചെയ്യണം. What need to be done at what time? നല്ല ആലോചന ദൈവത്തിന്റെ ദാസന് ആമൻ സ്തോത്രം കൈമാറുന്ന കാലജ്ഞന്മാര് അവർക്കൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആമൻ സ്തോത്രം, ഇത് നന്നായിട്ട് പോണം. People who had great understanding of the times, they could give good counsel to the servant of God, and they had only one desire, that everything should happen good. അനേകരെ പേരിന് വേണ്ടി നിൽക്കുമ്പോൾ, Then there are many people who are standing for namesake. പ്രശസ്തിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, They are standing for positions. എന്റെ പേര് ഉയർന്നില്ലേലും വേണ്ടില്ല, Even if my name is not lifted up, it's ഞാൻ all right. അറിയപ്പെട്ടില്ലേലും വേണ്ടില്ല, Even if I am not known, it's all right. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, I have only ഈ one desire. സ്ഥാപനത്തെ എനിക്ക് ഉയർത്തിക്കൊണ്ട് I വരണം. have to elevate this organization. പ്രാർത്ഥന മുറിയിലിരിക്കെ, You sit in the prayer room. ഉപവാസത്തിലിരിക്കെ, You sit in fasting. ആത്മാവ് നിനക്കൊരു ആലോചന തരും. The Holy Spirit will give you the അത് counsel. അഭിഷക്തനോട് ചേർന്ന് നീ സഹകരിച്ച് You will be able to cooperate with the anointed of God. സഭയ്ക്കകത്ത് കാലജ്ഞന്മാരെഴുന്നേൽക്കാൻ. Let the people who understand times rise in the church. Hallelujah. Jesus. എനിക്ക് അടുത്ത വാക്യം ഭയങ്കര ഇഷ്ടം. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. ഇന്നത്തെ സഭയുടെയൊക്കെ വലിയ പ്രശ്നം ഈ വിധേയത്വം. And those where they subjected to their instructions. Nowadays people don't want to subject ourselves. ഇത് നിങ്ങളോട് ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാം നല്ല തങ്കം പിടിച്ച I see that all of you are very gentle spirited ഇത്രയും people. ആളുകളെ ഞാൻ ഇതുവരെ പോയെടുത്ത് പോലും കണ്ടിട്ടില്ല. I have never seen anyone like this. അതിനൊരു സ്തോത്രമൊക്കെ പറയാം. Hallelujah. സ്തോത്രം. ആത്മനിറവിൽ ഒരു കാര്യം പറഞ്ഞാൽ കുത്തുവാക്ക് വെച്ച് മറ്റൊരു മണ്ഡലത്തിൽ കൂടെ എങ്ങനെ ഇതിനെ ഓവർപ്പട വെക്കുന്ന ഒത്തിരിയാണ് ഇന്ന് സാധിക്കുന്നത്. There are so many people, if I speak in the spirit, then they find a way to oppose it. They find a way to use it to criticize another person. അതൊന്നും സഭയുടെ ആത്മീക സമാധാനത്തിന് ഗുണകരമല്ല. That is not good for the spiritual peace of the church. ആരാധിക്കാമെന്നും കൈയടിക്കാമെന്നും തമ്പാർ തല്ലി പൊട്ടിക്കാമെന്നും ഒക്കെ ഉള്ളൂ. You can just clap your hands and maybe even break the drums there. പക്ഷെ ഒരു ഇടയന് കീഴ്പ്പെട്ട്, But you need to be subject to the shepherd. എന്തായാലും നിങ്ങളുടെ ദോഷത്തിന് ഒന്നും പറയത്തില്ല, ചെയ്യത്തില്ല. He will not do anything against you. He will not anything to do harm to you. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആത്മീയ ഐക്യത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ Only if പറ്റുള്ളൂ. you have the spiritual unity you can understand that. ഈ കാലജ്ഞന്മാരായ സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു. അവരുടെ സഹോദരന്മാരൊക്കെ Can you see that they had great understanding of the അവരുടെ times? കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. And all the kinsmen of Saul, they were under their command. എന്തോ ദൂത അല്ലേ. Hallelujah. എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പോലും തോന്നുന്നില്ല. I don't want to go here anywhere from here. ഇങ്ങനെ സംസാരിക്കാൻ നീയമാകും. Oh, praise the Lord. സഹോദരൻ, ഇനി വൈകിട്ടൂടെ നിങ്ങൾ വരണ്ടിയില്ലയോ? Since you need to come in the evening as well. നീട്ടിക്കഴിഞ്ഞാൽ എന്നാൽ ഇനി നാളെ പാവുന്ന വല്ലതും വെച്ച് കഴിഞ്ഞാൽ ആള് കുറയും. If I say we go tomorrow, then people will not come. വൈകിട്ടത്തെ മീറ്റിംഗ് ഏത് വീട്ടിൽ വെച്ച്? ആള് വന്നില്ല. ഓക്കെ, നിൽക്കപ്പെടുത്ത ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പം വൈകിട്ട് കാണാം. ഓക്കെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് 33 വായിച്ച് നമുക്ക്. Verse 33. സെബുലൂനിൽ യുദ്ധസന്നദ്ധരായി സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50,000. ഒറ്റ പദം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സമയം എടുത്തത്. Oh, we've been taking so much time to tell this. സെബൂലൂനിൽ In Zebulun, യുദ്ധസന്നദ്ധരായി seasoned troops equipped for battle. സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി. സഭയ്ക്ക് യുദ്ധായുധങ്ങൾ വേണം. The church needs weapons of war. വെളിപ്പാട് വേണം ഇതിനകത്ത്. You need revelation. പ്രവചനം വേണം ഇതിനകത്ത്. You need prophecy. രോഗസൗഖ്യം ഇവിടെ വേണം. You need healing. പിശാചിന്റെ മേൽ You need അധികാരമുള്ളവരുണ്ടാകണം. authority over the evil one. രാത്രി ഞാൻ പുതിയ നിയമത്തിന്റെ ഒരു വെളിപ്പാടുകൂടെ പറയാം. I'm going to speak from Revelation from the New Testament. സഭയ്ക്കകത്ത് ഇവരെല്ലാം വേണം.
We need everyone in this church. കാലജ്ഞന്മാര് വേണം. We need people who understand times. നിരനിരയായി അണിനിരക്കുന്ന യുദ്ധാഭ്യാസികൾ വേണം. We need seasoned troops who സിംഹമുഖന്മാര് വേണം. We need സിംഹമുഖന്മാർ, light-faced people. പേടമാന് തുല്യമാകുന്ന കാലുള്ളവർ, ഇടം കൈ കൊണ്ട് വലം കൈ കൊണ്ട് അമ്പയ്യാൻ പ്രാപ്തിയുള്ളവരെ Those who are skilled യേശുവിന്റെ നാമത്തിൽ റബാ 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 the shield and the spear. ശക്തിയോടെ ആരാധിച്ച് the church. Jesus. Rabala Bashatala, Digalkada, Rabala, Udamaragatra, Prabala Shantere, Prabari, Digalkada, Ragala Machasa, Adhidama, Negatara, Dagashandere, Prabari, Digalkana, Ragana, Talmana, Rabala, Uta Mana, Vaida, Prabane, Tiragala, Vaida, Baraganaga, Dalaga, Ramtara, Bauda, Baraganaga, Dalam, Didi, Ribana, Digana, Raba, Rata, Managa, Raba, Labana, Shatara, Prabani, Digalkana, Ragarada, Lagatura, Prabani, Utamara, Batari, the Gashamdari, Dana, Prodama, Negaturi, Prabalkari, Vaidama, Shamdari, Dana, Ada Kaudama, Labaturi, the Galshamda, Prodani, Dibalkana, Ragana, Daramose, Ribalkana, Adagada, Lagadalkana, Rabalama, Labaturi, Digalkana, Ragalama, Chaturi, Prabalga, Dagatura, Proshaja, Lagandaram, Attara, Digalke, Digalkani, Vaidama, Nagamtu, Rabada, Badaba, Shaidali, Ribani, Digalkana, Attara, the Bantaram, Vaidama, Nagatu, Rabana, Badaba, Shantara, Rabani, O Diba, Mama, Ratu, Rabba, Mama, Naba, Satare, Ribani, Digalkana. Hatura Prouda Dalagatin, Ganadi Galaba, Shaida Dalagatana, Prabangani, Ribala Dalagadagas. കേൾക്കപ്പെട്ട ആലോചനകൾക്ക് മുമ്പാകെ നമ്മുടെ തലകളെ വണക്കി വരുന്ന നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let's bow down our head in the word that has been shared with us today. ഒരു സമയത്ത് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നവർ സന്തുഷ്ടിയില്ലാത്തവരും ബലഹീനരും, അതേ സ്തോത്രം, അവരെ ഒന്നിനും ഉപയോഗിക്കുവാൻ കൊള്ളാത്തവരായിരുന്നെങ്കിൽ, when we could see that the people with David were actually weak and were people who were not useful as much. പിന്നത്തേതിൽ ദൈവത്തോട് ചേർന്ന് നിന്ന അഭിഷക്തന്മാരോട് ചേർന്ന് നിന്നതുകൊണ്ട്, ദാവീദിനോടൊപ്പമായിരുന്നതുകൊണ്ട് അവരുടെ അതേ സ്തോത്രം ബലം നൽകി, കൃപ നൽകി, ശക്തി പകർന്ന്, ആയുധം പകർന്ന് അവരെ പോരാളികളാക്കി തീർത്തു. You can see the same men who was actually sitting with the men of God, with David, they became stronger, they became skilled, and they were able to do mighty things in the presence of God. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ, when we are in the presence of God in fasting and prayer, അനേക പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അവയെ മാറ്റി ബലം നൽകുന്ന, ശക്തി പകരുന്ന, ദൈവകൃപ പകരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. We have a God who will ensure, even though you are in trouble, you have issues, you have concerns, you have challenges, He will ensure that it's been taken care, and He will give you the strength and the answers that is required. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. Because He is with me, I will ensure that I will answer him. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. Because he knows my name, I will take him on high. ഇത് ദൈവത്തിന്റെ നമ്മോടുള്ള വാഗ്ദത്തമാണ്. This is the promise that God